മോഡൽ എക്സാം വേഴ്സസ് നീറ്റ് 2026. ശരിക്കും നമുക്ക് മനസ്സിലായില്ല ബ്രില്യൻ്റ് എക്സാം ആണോ നീറ്റോ എഴുതുന്നതെന്ന്. +2 ഒരു നോർമൽ മാർക്കായിരുന്നു, ഒരു വർഷം റിപ്പീറ്റ് ചെയ്തു. ഇപ്പം ഈ 2026 പോലെയൊക്കെ ആണെങ്കിൽ ഒരു 300 മാർക്കൊക്കെ എത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ആ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു സക്സസ്സിലോട്ട് എത്താനുള്ള റേഷ്യോയെക്കുറിച്ച് ഒന്ന് അനുമാനിക്കാൻ സാധിക്കുമോ? പിന്നെ ഉറപ്പായും നമ്മൾ എങ്ങനെ നമ്മുടെ എക്സാമിലോട്ട് ഞാൻ മൈൻഡ് സെറ്റ് എന്നൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മൾ 300 മാർക്ക് ഇപ്പോൾ ഈ എക്സാം കിട്ടിയാലും അത് മോശം മാർക്കല്ല, കാരണം 300 മാർക്ക് കിട്ടിയല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിക്കണം, അല്ലാതെ എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ, ശരി ഞാൻ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ ആ ചിന്ത പാടില്ല. നമ്മളെ തന്നെ വിശ്വസിക്കണം. നമ്മൾ എത്ര എഫേർട്ട് ഇട്ടുണ്ടോ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. 687 നിൽക്കുമ്പോൾ ആ റിപ്പീറ്റ് ചെയ്യാനെടുത്ത തീരുമാനം ശരിയാണ്. നമ്മളോട് അതിനോട് മാക്സിമം നമുക്ക് നീതി പുലർത്താൻ സാധിച്ചു. റിപ്പീറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ സ്ട്രഗിൾ എന്തായിരിക്കാം? പെട്ടെന്നൊരു ദിവസം രാവിലെ ആകുമ്പോൾ നടക്കാൻ വയ്യാതേക്ക് ബെഡ് റിഡനായി. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഡോക്ടറോട് വിളിച്ചെങ്കിൽ ഡോക്ടർ പറഞ്ഞു എന്തൊരു ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ +1 കഴിഞ്ഞേക്ക് ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ക്യാൻസർ എന്ന രോഗം നമുക്ക് തിരിച്ചറിഞ്ഞിട്ടും അതിനൊരു ക്യൂർ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടൊരു ഡോക്ടർ ആയിക്കൂടാ, ആയിക്കഴിഞ്ഞാൽ ഒരു ക്യാൻസറിന് എങ്ങനെയും ഒരു മരുന്ന് കണ്ടെത്തണം. എനിക്കിങ്ങനെ നീറ്റ് എഴുതണമെന്നുണ്ട്, അപ്പോൾ അതിനോട് എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു ശരിക്കും അതൊരു നമ്മൾ വിചാരിക്കുന്ന പോലത്തെ എക്സാം അല്ല, അതിന് തക്കതായ കോച്ചിങ് തക്കതായ സമയത്ത് കിട്ടിയാലാണ് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു അതിനിങ്ങനെ എന്ത് ചെയ്യണം? അപ്പോൾ കേട്ട പേരാണ് ബ്രില്യൻ്റ്. കേരളത്തിൽ മാത്രമല്ല, ബ്രില്യൻ്റ് എവിടെ നോക്കിയാലും ഫേമസ് ആണ്, ബ്രില്യൻ്റ് ആണ്. അപ്പോൾ ഈ ബഹ്റൈനിൽ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച എല്ലാ ടീച്ചേഴ്സിൻ്റെ മക്കളും ഡോക്ടേഴ്സ്. അപ്പോൾ എല്ലാവരും ബ്രില്യൻ്റ് പഠിച്ചവരാ. ഏത് ലെവലിൽ വെക്കുന്ന കുട്ടിയാണെങ്കിലും ചിലപ്പോൾ 300-200 മാർക്ക് വാങ്ങുന്ന കുട്ടിയാണെങ്കിലും ബ്രില്യൻ്റ് മോഡൽ എക്സാം ശരിക്കും ജനുവരി മുതൽ നമ്മൾ എഴുതി തുടങ്ങുകയാണെങ്കിൽ നീറ്റ് എന്നത് നമുക്ക് എളുപ്പമായി കിട്ടുന്ന സാധനമാണ്. അതിനത്ര നമുക്ക് ടെൻഷനില്ല. ഫിസിക്സാണ് നമുക്ക് എല്ലാവർക്കും ഈ റിപ്പീറ്റ് ആയാലും എത്ര വർഷം ചെയ്താലും ഈ ഫിസിക്സാണ് ഒരു വില്ലനായിട്ട് നമ്മുടെ ഇതിൽ വരുന്നത്. മലയാളികളുടെ ഒരു 70-80% കോമ്പറ്റീഷൻ ഇതിനകത്ത് തന്നെ ആരോഗ്യകരമായിട്ട് ആരും നേടാൻ പറ്റി, അതും ഒരു ഘടകം തന്നെയല്ലേ? പിന്നെ ഉറപ്പായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ടോപ്പ് ലെവൽ സ്റ്റുഡൻസ് ഉള്ളത് ബ്രില്യൻ്റില്ല. അത് നമ്മൾ ഒരു നീറ്റ് എഴുതുന്നത് ബ്രില്യൻ്റിൽ എഴുതുന്ന പോലെ തന്നെ നീറ്റ് എഴുതുന്നത്. കാരണം നീറ്റിൽ പോയി 10-25 ലക്ഷം പേര് എഴുതുന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കുള്ള കോമ്പറ്റീഷൻ 3-4 ലക്ഷം പേരോടാണ്. ബാക്കി നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ +1 +2 കഴിഞ്ഞവരും ജസ്റ്റ് ഒരു എഴുതുന്നവരായിരിക്കും. പക്ഷെ ആ 3 ലക്ഷത്തിന് ഇക്വലൻ്റ് ആണ് ബ്രില്യൻ്റിൽ 17,000 പേരോളം ഇവിടുത്തെ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഏകദേശം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ്. അതെല്ലാ വർഷവും ഇവിടെ കാണാറുള്ളത്. റിസൾട്ട് കൂടുതലുള്ള ഇവിടെ തന്നെ. ഒരു എക്സാം പോലും മിസ് ചെയ്ത് അതെനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഈ വർഷത്തെ നീറ്റിന് വെച്ചൊരു 3-4 ക്വസ്റ്റ്യൻ ഫിസിക്സിലെ സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ അവിടുത്തെ സ്റ്റാമ്പ് പേപ്പറിൽ വന്നത്, ഒരു ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യനൊക്കെ സെയിം. നമ്മളത് സന്തോഷം, നമുക്ക് ശരിക്കും തുറന്ന് കാണുമ്പോൾ ഇതൊക്കെ ഞാൻ കണ്ട ക്വസ്റ്റ്യനാണ്, ബ്രില്യൻ്റിലെ അതേ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാൻ ബയോളജി നമുക്ക് ഒന്നും കാണാത്ത ക്വസ്റ്റ്യൻ ഇല്ല നീറ്റിൽ. ഫുള്ള് ബ്രില്യൻ്റിൽ എങ്ങനെയാണ് മോഡൽ എക്സാം നടത്തിയത് അതേ ലെവലാണ് നീറ്റും ഈ 2022 നടത്തിയെന്ന് ഉറപ്പായും പറയും. ആര്യൻ്റെ ഒരു റിപ്പീറ്ററിൻ്റെ ഒരു ദിവസത്തെ ഒരു ടൈം ടേബിൾ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് എടുത്തു പറഞ്ഞാൽ ബ്രില്യൻ്റ് കോമ്പറ്റീഷൻ ഭയങ്കര കോമ്പറ്റീഷൻ. കാരണം ചിലപ്പോൾ ഒരു ദിവസം തെറ്റിയാൽ മതി, നമ്മുടെ റാങ്കും 1000, 2000, 3000 പോകും. ശരി, നീറ്റ് അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഉറപ്പായും ബ്രില്യൻ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് ഒരു നീറ്റിലൂടെ തന്നെ നയിച്ചതെന്ന് പറയാം. നീറ്റ് 2026 കഴിഞ്ഞു, 27-ന് ഒരു വർഷം കൂടി ഉണ്ട് താനും. ധാരാളം വിദ്യാർത്ഥികൾ ഒരു ചിന്താക്കുഴപ്പത്തിലായിരിക്കണം, ഒരു വർഷം കൂടി ഇനിയും ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കണമോ എന്നുള്ളത്. ആ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും 687 മാർക്ക് മേടിച്ച ആര്യന് എന്താണ് പറയാനുള്ളത്? നമ്മളെ തന്നെ റിസൾട്ട് അനാലിസിസ് ചെയ്യുക. നമ്മൾ ചിന്തിക്കുക എന്നെ കൊണ്ടിത് ആഗ്രഹിച്ച പറ്റുമോ? ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. എന്തായാലും ഉറപ്പായും റിപ്പീറ്റ് നമുക്ക് ഉറപ്പായും കിട്ടും. അതിനൊരു ബ്രില്യൻ്റ് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഞാൻ പറയുന്നത് ശരിക്കും നമ്മൾ 0-ാണ് തുടങ്ങേണ്ടത്. അപ്പോൾ അതുമുതൽ തുടങ്ങി അവസാനം വരെ നമ്മളെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഉറപ്പുള്ളവർ മാത്രം റിപ്പീറ്റ് ചെയ്യാൻ വരിക. പക്ഷേ റിപ്പീറ്റ് ചെയ്താൽ എന്തായാലും അത് വേർത്താണ്. എന്തായാലും ഒരു വർഷം മാറ്റി വയ്ക്കുന്ന നഷ്ടമായി. അത് നമുക്ക് ഉറപ്പായും കിട്ടുകയും ചെയ്യും. ഹായ് ഓൾ, ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ വിവിധ ക്യാമ്പസുകളിലേക്ക് +2-ന് ശേഷം ഒരു വർഷത്തെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് ഒരു പ്രചോദനമാണ് ആര്യൻ സി മധു. മലപ്പുറംകാരനായ ആര്യൻ നീറ്റ് 2026 നേടിയത് ഒരു മികച്ച വിജയമാണ്. 687 മാർക്ക്. മോനെ, കൺഗ്രാറ്റ്സ്. ആര്യൻ, ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ആര്യൻ സി മധു. ഞാൻ ബഹ്റൈനിലാണ് ജനിച്ചതും വളർന്നതൊക്കെ. അമ്മയുടെ പേര് സബിത മധു, അച്ഛൻ്റെ പേര് മധു CV.
അനിയൻ്റെ പേര് അമർ മധു. അനിയൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരും ബ്രില്യൻ്റ് ചേരാൻ ആഗ്രഹമുണ്ട്. നീറ്റ് 2026 ഒരൊറ്റ വാക്കിൽ. അത്യാവശ്യം മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി അത്യാവശ്യം ഈസി ആയിരുന്നു, എന്നാൽ കൂടുതൽ ടഫും അല്ല. ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആയിരുന്നു. 180 ചോദ്യങ്ങളും 150 നമുക്ക് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, എല്ലാം കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം അത്രയും ടൈം കൺസ്യൂമിങ് അല്ല, എന്നാലും നമ്മൾ ടൈം മാനേജ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ശരിക്കും ടഫായി. ചോയ്സുകൾ കൺഫ്യൂസിങ് ആയിരുന്നു. അത്യാവശ്യം ബയോളജി നല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് ഉള്ള കാരണം നമുക്ക് എലിമിനേഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഭയങ്കര ക്ലോസ് ആയിരുന്നു ഓപ്ഷൻസ്. +2 ശേഷം ഒരു എൻട്രൻസ് കോച്ചിങ്, അത് ബ്രില്യൻ്റ് ജേർണിയെക്കുറിച്ച്. ബ്രില്യൻ്റ് ജേർണി ഒരു അത്യാവശ്യം നല്ലൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വ്യൂ ആയിരുന്നു. നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതും എങ്ങനെയാണ് ഒരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആവേണ്ടതും നമുക്ക് പറഞ്ഞു തന്നെ ബ്രില്യൻ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് അറിയില്ല എങ്ങനെയാണ് പുതിയ സ്ഥലം, പുതിയ ഹോസ്റ്റൽ, ലൈക്ക് ഫസ്റ്റ് ടൈം ഹോസ്റ്റൽ ലൈഫൊക്കെ, പുതിയ ടൈപ്പ് ഫ്രണ്ട്സ്, പുതിയ ടൈപ്പ് ആൾക്കാർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര പ്രശ്നമായിരിക്കും, ഇനി നമുക്ക് എങ്ങനെ ഇതിലൂടെ ഒന്ന് പൊരുത്തപ്പെടാൻ പറ്റും. പിന്നീട് നമുക്കത് ആദ്യത്തെ 2 ദിവസം പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്താ പറയുന്ന ഒരു ഹോംലി ഫീലിംഗ് ആയിരുന്നു. ഇവിടുത്തെ ഓരോ മെൻറ്റേഴ്സായാലും ഒരു ബ്രില്യൻ്റ് ഫുൾ പാക്കാണ്. ആരിനറിയാതെ തന്നെയല്ലേ യഥാർത്ഥത്തിൽ നീറ്റ് 2026 ആ എക്സാം ഹാളിലേക്ക് എത്തിച്ച ഒരു മാറ്റം. +2 ശേഷം നമ്മളൊരു ഡ്രീമുമായിട്ട് വരുന്നു. അതിനുശേഷം നമ്മൾ അറിയാതെ നമ്മുടെ ക്ലാസ്സുകൾ, വീക്ക്ലി എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, മെൻറ്റർഷിപ്പ്, ഹോസ്റ്റല്, ഈവൻ ഫുഡ്, എല്ലാ കാര്യത്തിലും നമ്മളറിയാതെ ആ ഒരു മാറ്റം വന്നിട്ട് തന്നെയല്ലേ എക്സാം ഹാളിലേക്ക് എത്തിയത്. ഉറപ്പായും. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പുറത്തൊക്കെ വളർന്നും പഠിച്ചതൊക്കെ. +1 വിദേശത്തായിരുന്നു. +1 ഫുൾ അവിടെ തന്നെ ആയിരുന്നു. ഓണം പോട്ട വിദേശത്തായിരുന്നു. ജനിച്ച മുതലേ +2 വരെ അവിടെ ആയിരുന്നു. അപ്പോൾ നമുക്കൊരു ഫുഡ് ഹാബിറ്റ് കാണും, ഒരു ടൈമിംഗ് കാണും, ഒരു ഡിസിപ്ലിൻ കാണും. അവിടെ വളർന്നൊരു കുട്ടി ഇവിടെ വരുമ്പോൾ അതിൻ്റെ ലാഗൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ പ്രശ്നം അതായിരുന്നു. ആദ്യം ഇങ്ങനത്തെ ടൈപ്പ് ആൾക്കാരായിരിക്കും, എങ്ങനെ ആയിരിക്കും ഹോസ്റ്റൽ ലൈഫ്. ഈ വീട്ടുകാരായിട്ട് ഞാൻ അങ്ങനെ നിന്നിട്ടൊന്നുമില്ല. അപ്പോൾ ആദ്യ സമയത്ത് ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ആദ്യം കുറച്ച് ഇതൊക്കെ ആയിരുന്നു, ഭയങ്കര സ്ട്രെസ്സായിരുന്നു. കാരണം വീട്ടുകാർ പിരിഞ്ഞിരിക്കുക, ഒരു കയറുമ്പോൾ 2-3 ദിവസം അതിൻ്റെ അപ്പുറം നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു പോകുന്നത് അത്യാവശ്യം പ്രശ്നമാണെങ്കിൽ ഇത് പറ്റൂല. പിന്നെയാണ് ഇവിടുത്തെ ഈ മെൻറ്റർഷിപ്പ് പരിപാടി, അത് അത്യാവശ്യം നല്ല ലെവൽ സാധനം. ഈ കോർഡിനേറ്റർ അതൊക്കെ അങ്ങനെ ഞാനൊന്ന് വന്ന സമയത്ത് എനിക്ക് ആകെ സ്ട്രെസ്സായിരുന്നു. പിന്നെ വീട്ടിലോട്ട് വിളിച്ചു പറയും ഇങ്ങനെ ഭയങ്കര പുതിയ ടൈപ്പ് ആൾക്കാരാണ്, അപ്പോൾ ഇവരായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് വരാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയും പറഞ്ഞു ഇങ്ങനെ കുഴപ്പമില്ല, അത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്ത് ക്ലാസ്സൊക്കെ തുടങ്ങി. തുടക്കത്തിൽ നമ്മൾ +2 പഠിച്ച പോലെയല്ല. +2 നമുക്ക് ഇത്ര ഫിക്സ് ടൈം, ഇത്ര ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എത്ര മണിക്കൂർ പഠിക്കുക, പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് തന്നെ എൻജോയ് അങ്ങനെ പോകും. പക്ഷേ ഇവിടെ വന്നേക്ക് കംപ്ലീറ്റ് ഡിഫറെൻ്റ്. രാവിലെ 8 മണി വരെ ഒരു ഉച്ച വൈകിട്ട് 5 മണി വരെ ക്ലാസ്. അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയാലും നമ്മൾ കുളിച്ച് കഴിഞ്ഞതൊക്കെ ആകുമ്പോൾ പിന്നെ ഇരുന്ന് പഠിക്കുന്നു. പിന്നെ സമയം പോകുന്ന അറിയത്തില്ല. നമ്മൾ പഠിക്കാൻ തുടങ്ങിയ സമയം പോകുന്ന അറിയത്തില്ല. പിന്നെ അത് കഴിയുമ്പോൾ രാത്രിയാവുന്നു, പിന്നെയും കിടന്നു, അടുത്ത ദിവസം രാവിലെ ആവുന്നു, ഇത് റിപ്പീറ്റ് അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഡിഫറെൻ്റ് ഇതായിരുന്നു. തോളോട് തോൾ ചേർന്ന് നിന്ന വാർഡന്മാർ, മെൻറ്റേഴ്സ്, അതായിരുന്നു നമ്മളെ യഥാർത്ഥത്തിൽ ഈ ഒരു ജേർണിയിലോട്ട് തിരിച്ചു കൊണ്ടുവന്നതല്ലേ. ഈ ബ്രില്യൻറ്റിലെ മെൻറ്റർഷിപ്പും കോർഡിനേറ്റർമാരെ ആ ഒരു ഇതും അത് എടുത്തു പറയേണ്ടതാണ്. കാരണം ബ്രില്യൻറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ജോയിൻ ചെയ്ത സമയത്ത് ഈ സ്ട്രെസ്സൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ തുടക്കത്തിലൊക്കെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പൊരുത്തപ്പെടുന്നില്ല. കാരണം അത്രയും കണ്ടൻറ്റ് പഠിക്കാനുണ്ട്, അത്രയും നമുക്ക് പുതിയ അറിവുകളാണ്. അപ്പോൾ ഈ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ ഭയങ്കര ടെൻഷനാണ്. വീട്ടിലോട്ട് വിളിച്ചു പറയും ഇങ്ങനെ ഈ പുതിയ അറിവാണ്, ഇതിങ്ങനെ പഠിച്ചെടുക്കാൻ വരും തോന്നുന്നില്ല. പിന്നീട് അമ്മ പറയും ഇങ്ങനെ നമ്മൾ അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ മെൻറ്റർഷിപ്പ് പരിചയപ്പെടുന്നത്. ആദ്യം ഞാൻ റിപ്പീറ്ററാണ്. അപ്പോൾ ശരി, 2024 +2 കഴിഞ്ഞാണ്. 2024 കഴിഞ്ഞ് ഞാൻ ബഹ്റൈനിലൊക്കെ പഠിച്ചു വളർന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ +1 ജീവിതത്തിൽ ഒക്കെ ആകുമ്പോൾ ഞാൻ നീറ്റ് എക്സാം അറിയുന്നില്ല, ഇങ്ങനത്തെ എക്സാം ഉള്ളത് തന്നെ. അങ്ങനെ +2 കഴിഞ്ഞ് നമ്മുടെ ആ തുടക്കത്തിൽ +2ത്തെ ആദ്യത്തെ 2 മാസം കഴിയുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ക്ലാസ്സിൽ കുറച്ച് പേര് പറയുന്നത് ഇങ്ങനെ നീറ്റ് എക്സാം ഉണ്ട്, ഇങ്ങനെ എഴുതിയാലും നമുക്ക് ഈ മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ പറ്റും. ആ മേഖലയെ പരിചയം ഉണ്ടായിരുന്നു, പക്ഷെ അതിന്റെ വഴി എങ്ങനെയാണ് അതിലോട്ട് എത്തേണ്ടത് നമുക്കറിയില്ല. അപ്പോഴാണ് ഇങ്ങനെ ക്ലാസ്സിൽ കുറച്ച് ചർച്ചയൊക്കെ ഉണ്ട്, ഇങ്ങനെ നീറ്റ് എക്സാം ഉണ്ട്, അത് എഴുതിയാലാണ് നമുക്ക് ഏത് മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാൻ പറ്റുള്ളൂ. ആ സമയത്താണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഇങ്ങനെ ഞാൻ അപ്പോൾ പറയാനാ, അപ്പോഴാണ് ഈ ഗ്രാൻഡ് ഫാദറിന് ഇങ്ങനെ ബെഡ് റിഡൺ ആണ്. പെട്ടെന്നൊരു ദിവസം രാവിലെ ആകുമ്പോൾ നടക്കാൻ വയ്യാതായിക്ക് ബെഡ് റിഡൺ ആയി. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഡോക്ടറോട് വിളിച്ചെങ്കിൽ ഡോക്ടർ പറഞ്ഞു എന്തൊരു ചെറിയ പ്രശ്നമുണ്ട്, നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയൊക്കെയാണ് ഗ്രാൻഡ് ഫാദറിന് സ്റ്റേജ് 4 പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആയിരുന്നു. അതറിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നാട്ടിലോട്ട്, ആ ടൈം കൊറോണയുടെ തുടങ്ങുന്ന ടൈമാണ്, ആ സമയത്ത് ഞങ്ങൾ നാട്ടിലോട്ട് വന്നു. പിന്നെ ഞങ്ങൾ ചെക്ക് ചെയ്തു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ 4 സ്റ്റേജ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ലാസ്റ്റ് സ്റ്റേജാണ്. അപ്പോൾ നമുക്ക് 3-4 മാസമാണ് നമുക്കിനി ടൈം പറയാനുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് ഗ്രാൻഡ് ഫാദർ നിൽക്കാൻ എന്ന് മാത്രമേ നിവൃത്തിയുള്ളൂ എന്നാണ്. അപ്പോൾ അന്ന് നമുക്ക് ഈ ക്യാൻസർ എൻ്റെ വിചാരം നമ്മൾ പനി പോലെ തന്നെ ഗുളിക കഴിച്ച് മാറുന്ന അസുഖമാണ് എൻ്റെ വിചാരം. അങ്ങനെ അത് ആയി വരുമ്പോഴാണ് ഈ ഗ്രാൻഡ് ഫാദർ 4-5 വർഷമായിട്ട് തുടച്ച ഓപ്പറേഷൻ ഉണ്ടായിരുന്നു.
ഈ ഹെർണിയുടെ ഓപ്പറേഷൻ പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ആശുപത്രി ഉണ്ട്, അവർ വർഷം ഹെർണിയുടെ ഓപ്പറേഷൻ പറഞ്ഞിട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയില്ല അന്നത്തെ ഹെർണിയുടെ പ്രശ്നമാണ്. പിന്നെയാണ് അത് ക്യാൻസറാണ്, ഇങ്ങനെ മാറില്ല അങ്ങനത്തെ രോഗമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ഗ്രാൻഡ് 2 മാസം കഴിഞ്ഞ് മരിച്ചു. അന്ന് ഞാൻ തിരിച്ച് ഗൾഫിലോട്ടൊക്കെ പോയി. അങ്ങനെ +1 കഴിഞ്ഞേക്ക് ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ക്യാൻസർ എന്ന രോഗം ഈ നമുക്ക് തിരിച്ചറിഞ്ഞിട്ടും അതിനൊരു ക്യൂർ ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ലൈക്ക് ഏർലി സ്റ്റേജിൽ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ടൊരു ഡോക്ടർ ആയിക്കൂടാ, ആയിക്കഴിഞ്ഞാൽ ഒരു ക്യാൻസറിന് എങ്ങനെയും ഒരു മരുന്ന് കണ്ടെത്തണം. അങ്ങനെയാണ് നമുക്ക് ലോകത്തിലൊരു ഒരു ഹാഫ് ദ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഡോക്ടർ ആയിക്കൂടാ. അങ്ങനെയാണ് എനിക്ക് MBBS കയറാൻ ആഗ്രഹം വന്നത്. അങ്ങനെയാണ് നീറ്റിൻ്റെ ഈ സംഭവം വരുന്നത്. അപ്പോഴാണ് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചത്, അവിടെയുള്ള ഇന്ത്യൻ സ്കൂളിലെ ടീച്ചേഴ്സിനോടും ചോദിച്ചു, എനിക്കിങ്ങനെ നീറ്റ് എഴുതണമെന്നുണ്ട്, അപ്പോൾ അതിനോട് എന്താ വേണ്ടത് ചോദിച്ചു. അപ്പോൾ ടീച്ചർമാർ പറഞ്ഞു, ശരിക്കും അതൊരു നമ്മൾ വിചാരിക്കുന്ന പോലത്തെ എക്സാം അല്ല, അതിന് തക്കതായ കോച്ചിങ് തക്കതായ സമയത്ത് കിട്ടിയാലാണ് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതിനി എന്ത് ചെയ്യണം. അപ്പോൾ കേട്ട പേരാണ് ബ്രില്യൻറ്റ്. കാരണം എൻ്റെ കേരളത്തിൽ മാത്രമല്ല, ബ്രില്യൻറ്റ് എവിടെ നോക്കിയാലും ഫേമസ് ആണ്, ബ്രില്യൻ്റ് ആണ്. അപ്പോൾ ഈ ബഹ്റൈനിൽ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ച എല്ലാ ടീച്ചേഴ്സിന്റെ മക്കളും ഡോക്ടേഴ്സ്. അപ്പോൾ എല്ലാവരും ബ്രില്യൻറ്റ് പഠിച്ചവരാ. അപ്പോൾ എൻ്റെ ടീച്ചർ അവർ ആദ്യം പറഞ്ഞ ബ്രില്യൻസ് എന്നാണ്, അവർക്ക് പഴയ പേര് ബ്രില്യൻസിൽ പോയാൽ മതി. അപ്പോൾ ഞാൻ വെച്ചു ബ്രില്യൻറ്റ്, ഓക്കെ കൊള്ളാം, ഓക്കെ അങ്ങനെ ചെയ്തോളാം. അങ്ങനെ +2 കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് മാർച്ച് ആകുമ്പോൾ ഇവിടെ എത്തി. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം നീറ്റ് എഴുതാൻ വെച്ചു 2024. ജസ്റ്റ് ഒരു അറിവിനെ അങ്ങനെ എഴുതാൻ വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത്, ഒരു മാസം എനിക്ക് ഗ്യാപ്പും ഉണ്ട്. അപ്പോഴാണ് ബ്രില്യൻ്റെ ക്രാഷ് കോഴ്സിനെ പറ്റി പരിചയപ്പെടുന്നത് 2024. തൃശ്ശൂർ ക്രാഷ് കോഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ പുതിയ ബാച്ചുമാണ്. അപ്പോൾ ഞാൻ തൃശ്ശൂരിൽ നിന്ന് ബ്രില്യൻ്റെ ക്രാഷ് കോഴ്സ് ചേർന്നാൽ കൊള്ളാം, വീട്ടുകാരാണ്. അപ്പം ഓക്കെ നമുക്ക് വീട്ടിൽ പോയി നമുക്ക് അവിടെ നിന്ന് ചേരാം, പ്രശ്നമില്ല. അങ്ങനെ തന്നെ ബ്രില്യൻ്റെ ക്രാഷ് കോഴ്സ് ചേർന്നു. ഫസ്റ്റ് ചേർന്നേക്ക് തന്നെ ഫസ്റ്റ് 2 ദിവസം ഞാൻ ആദ്യം സ്മാർട്ട് ബോർഡോ കാണുന്നത് ഇവിടെ വന്നിട്ട്. അവിടെ ഫുൾ വൈറ്റ് ബോർഡായിരുന്നു. ഇവിടെ നിന്ന് സ്മാർട്ട് ബോർഡിൽ പഠിപ്പിക്കുന്ന രീതി, പ്രൊഫസർമാർ ഓരോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ച്, പിന്നെ അവിടെ മെൻറ്റേഴ്സ് ഉണ്ട്. ക്രാഷ് കോഴ്സ് നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട്, അതെടുത്ത് പറയണം. അപ്പോൾ അവർ നമുക്ക് ഓരോ എക്സാം കഴിഞ്ഞാൽ റിസൾട്ട് അനാൻസ് ചെയ്യും. നമുക്ക് ഡെയിലി എക്സാം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ക്യാഷ് പ്രൈസ് കിട്ടുമ്പോൾ അതിന് സന്തോഷം, നമുക്ക് ഇത് കൊള്ളാം, ഇത് നല്ലൊരു പരിപാടിയാണ്, നീറ്റ് കൊള്ളാം, ആ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാക്കി തന്നു. അങ്ങനെ 2024 നീറ്റ് എഴുതി. അപ്പോൾ എനിക്ക് 531 ഉണ്ടായിരുന്നു. അപ്പോൾ ഈസിയാണ് എക്സാം. അപ്പോൾ ഞാൻ ടീച്ചേഴ്സിനോട് ഇങ്ങനെ എനിക്ക് ഇത്ര മാർക്ക് കിട്ടി. അപ്പോൾ ടീച്ചർ പറഞ്ഞു, നീ എന്തായാലും നോക്കണ്ട, ബ്രില്യൻ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ ബ്രില്യൻ്റ് ഇഷ്ടപ്പെട്ടു, ഉറപ്പായും ബ്രില്യൻ്റ് തന്നെ റിപ്പീറ്റ് ചെയ്യും. നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു തീർച്ചയായിട്ടും ഒരു കിട്ടി, തിരിച്ചറിവ് കിട്ടി. അങ്ങനെ ബ്രില്യൻ്റ് 25 റിപ്പീറ്റഡ് ബാച്ച് ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തതിനു ശേഷം അതുപോലെ തന്നെ നമുക്ക് ക്രാഷിൽ ചേർന്നാണ് നമുക്ക് അത്യാവശ്യം അറിയാം നീറ്റ് എന്താണ്, എങ്ങനെയാണ് ഒരു ഐഡിയ കിട്ടി. അപ്പോൾ നമ്മുടെ മനസ്സിൽ നീറ്റ് 2024 ഫസ്റ്റ് ടൈം ഞാൻ എഴുതുന്നത്. എൻ്റെ മനസ്സിൽ അത് 2024 അത്യാവശ്യം സിമ്പിൾ എക്സാം ആയിരിക്കും, ആ രീതിയിലാണ് എടുത്തത്. അങ്ങനെ 2025 കയറിയ ബാച്ച് ഉണ്ടായിരുന്നു P50. അത് അത്യാവശ്യം നല്ല ബാച്ചായിരുന്നു, നല്ല മെൻഡറായിരുന്നു. നന്ദരമിസ് മെൻഡർ പേര്, അത്യാവശ്യം നല്ല സപ്പോർട്ടിങ് ആണ്. കാരണം ഫസ്റ്റ് നമ്മൾ ക്രാഷ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യം നമ്മളായിരിക്കും ഏറ്റവും ടോപ്പ് ക്ലാസ്സിൽ. പക്ഷേ ക്ലാസ്സിൽ വന്നേക്ക് എല്ലാവരും ടോപ്പാണ്, എല്ലാവരും ഒരേ ലെവല്, നമ്മളതേ ലെവലിൽ എല്ലാവർക്കും അത്യാവശ്യം കോൺസെപ്റ്റ് അറിയാം. മലയാളികളായിട്ടുള്ള ഒരുപെട്ട എല്ലാ സ്കൂൾ ടോപ്പേഴ്സും ക്ലാസ് ടോപ്പേഴ്സും ഒരുമിച്ച് സംഗമിക്കുന്നു. നമ്മളായിരിക്കും ടോപ്പ്. പക്ഷെ വന്നേക്ക് എല്ലാവരും A+ വാങ്ങിയവരും, എല്ലാവരും ടോപ്പറും, എല്ലാവരും തന്നെ. പിന്നെ കേരളത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ഡിഫറെൻറ്റ് രീതി, എല്ലാവരെയും കുറേ രീതിയിൽ ആൾക്കാരെ കാണാൻ പറ്റി. പിന്നീട് അവിടുത്തെ വീക്കിലേക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ വാങ്ങി. പിന്നീട് ഇങ്ങനെ ഇടയ്ക്ക് അപ്പോൾ ഇങ്ങനെ മാർക്ക് കുറയും. അപ്പോഴൊക്കെ എനിക്ക് ചെറുതായിട്ട് ടെൻഷൻ വരുമായിരുന്നു. അപ്പോൾ ഞാൻ നേരെ മെൻഡർ എടുത്തു, എനിക്കിങ്ങനെ മാർക്ക് കുറയുന്നുണ്ട്. അപ്പോൾ പറയും, അത് കുഴപ്പമില്ല, ഇപ്പോൾ ഇവിടുത്തെ എക്സാം നോക്കണ്ട, നമ്മുടെ മാക്സിമം ചെയ്യുക, നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. ഈ വാക്ക് മാത്രം എനിക്ക് അന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തുള്ളൂ. പിന്നെ നമ്മുടെ കോർഡിനേറ്റേഴ്സ്, ഞാൻ പിന്നെ എന്നും ഇങ്ങനെ എക്സാം കഴിഞ്ഞ് എന്നും കോർഡിനേറ്റർമാർ റൂമിൽ പോകും, അരമണിക്കൂർ അവരോട് സംസാരിക്കും. ഏത് എക്സാം ആയാലും, സിമ്പിളായാലും ടഫായാലും പോയിരിക്കും, അവരോട് കുറേ സംസാരിക്കും. എന്നിട്ട് മൈൻഡ് കൂളായി കഴിഞ്ഞാൽ അരമണിക്കൂർ കൂളായി ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോകും. അങ്ങനെ 2025 ലൈഫ്. അങ്ങനെ അത് കഴിഞ്ഞ് മോഡൽ എക്സാമൊക്കെ അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് 2025 എഴുതിയേക്കൊരു ഇതായിരുന്നു. കാരണം നമുക്ക് ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിരുന്നില്ല. കാരണം 2023 മോഡറേറ്റ് എക്സ്ട്രീംലി ഈസി ആയിരുന്നു. അങ്ങനെ 2025 എന്നേക്ക് ഫസ്റ്റ് ഞാൻ പേപ്പർ തുറന്നേക്ക് ഫിസിക്സൊക്കെ ഒരുമാതിരി ക്വസ്റ്റ്യൻ ആയിരുന്നു. ഡയഗ്രാം ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു ഓക്കാം. അപ്പോൾ തിരിച്ച് അങ്ങനെ കെമിസ്ട്രി അത്യാവശ്യം ലെങ്ത് ആയിരുന്നു. പിന്നെ ആകെ പ്രതീക്ഷ ബയോളജി ആയിരുന്നു. അത് തുറന്നു. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ തുടങ്ങി. ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 1.25 മണിക്കൂർ പോയി. പക്ഷേ ആലോചിച്ചു ഇത് അത്യാവശ്യം ടഫാണ്, ടൈം മാനേജ്മെന്റിൽ അവിടെ ഒരു പാളിച്ചു പറ്റി, നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഇത് അത്യാവശ്യം ടഫാണ്. പിന്നെ ആലോചിച്ചു ഇനിയിപ്പോൾ നമ്മൾ അതിന് ടെൻഷൻ അടിച്ച് കാര്യമില്ല, പരമാവധി എഴുതുക, കിട്ടട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ അതിന് ചിന്തിച്ചാൽ സമയം കളഞ്ഞില്ല. ഞാൻ പിന്നെ മാക്സിമം എഴുതി കഴിഞ്ഞാൽ അന്ന് അവിടെ നിന്ന് തന്നെ ഞങ്ങൾ നേരെ ബ്രില്യനിലോട്ട് വന്നത്. ഞാൻ ബ്രില്യനിലായിരുന്നു വന്നത്. പിന്നെ ഞാൻ അടുത്ത ദിവസം വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ വന്നത് ജസ്റ്റിസ് സാറും വണ്ടിയിലാണ്. ജസ്റ്റിസ് സാറും അനീസ് സാറും ഉണ്ടായിരുന്നു വണ്ടിയിൽ. അങ്ങനെ 2025 എല്ലാവരും എക്സാമുകൾ വരുമ്പോൾ കരഞ്ഞിട്ടാണ് വരുന്നത്.
പക്ഷെ ഞാൻ ചിരിച്ചിട്ടാണ്. ഞാൻ ആലോചിച്ചു ഇത് എന്താ സംഭവം. നമ്മൾ ആദ്യമായിട്ട് എൻ്റെ വിചാരത്തിൽ ഇങ്ങനെ ശരിക്കുമാണത് ഇല്യൂഷൻ ആണെന്ന് അറിയില്ല, അത്രയും ടഫായിരുന്നല്ലോ. അങ്ങനെ ഇറങ്ങി വന്നിട്ട് നേരെ ഞാൻ ജിസാറെ തന്നു. ജിസാർ പറഞ്ഞു എങ്ങനെയാണ്, ഞാൻ പറഞ്ഞു അത്യാവശ്യം ടഫായിരുന്നു, ഈ പ്രാവശ്യം കിട്ടും തോന്നുന്നില്ല. അപ്പോൾ സാർ പറഞ്ഞു അത് കുഴപ്പമില്ല, നീ വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോകല്ലേ, അന്ന് രാത്രി ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞാൽ ഓക്കെ. ഞങ്ങൾ എന്നിട്ട് രാത്രി 10 വരെ പുറത്തായിരുന്നു, ഞാൻ ജിസാറും വണ്ടിയിലൊക്കെ പോയി ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇങ്ങനെ വന്ന് എന്നിട്ട് ഹോസ്റ്റലാക്കി. സാർ എന്നോട് പറഞ്ഞു നീ പേടിക്കണം, ഇല്ല അത് എൻ്റെ അച്ഛൻ പറയുന്ന ഒരു ക്വാളിറ്റി. അച്ഛന് എപ്പോഴും ഞാൻ റോൾ മോഡലായി കാണുന്ന അച്ഛനിപ്പോൾ എത്ര ടെൻഷൻ വന്നാലും ഒരു നമ്മളെ കാണിക്കത്തില്ല, നമുക്ക് മനസ്സിലാകത്തില്ല അച്ഛൻ ടെൻഷൻ ഉണ്ട്, ആ രീതിയിലാവുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അങ്ങനെ ടെൻഷൻ അടിക്കാൻ നടക്കും. അപ്പോൾ സാറ് പറഞ്ഞു പേടിക്കണം, നിനക്ക് ഏറും കിട്ടിയില്ലെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇവിടെ നമുക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, ഇത്രയും കാര്യം, നീ ഇങ്ങോട്ട് പേടിക്കണം, നീ ഇങ്ങോട്ട് പോരെ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. ബ്രില്ലിനോട്ട് മാർക്ക് കൂട്ടി നോക്കിയത് വന്നിട്ട് വൈകിട്ട് തന്നെ സാറ് മുന്നിൽ കൂട്ടിയെ. ഞാൻ പറഞ്ഞു ഞാൻ കൂട്ടുന്നൊന്നുമില്ല, എനിക്ക് ഉറപ്പാണ് കിട്ടത്തില്ല. അപ്പോൾ സാറിനും അല്ല നീ നോക്ക് പറഞ്ഞിട്ട് ഹോസ്റ്റലിലോട്ട് സാറിനെ വിട്ടെന്ന്, വണ്ടി വിട്ടെന്ന്, ബ്രില്ലിൻ്റെ വണ്ടി വിട്ടെന്ന് പോയി ചെക്ക് ചെയ്തേക്ക് അന്ന് 492 ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു സാറേക്ക് ഇത്ര മാർക്ക് ഉണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു 492 ചാൻസ് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ചാൻസ് ഉണ്ട്, അത്രയും സ്റ്റേ വേക്കൻസി കിട്ടുമായിരിക്കും. അപ്പോൾ ഞാൻ അന്ന് വൈകിട്ട് തന്നെ എക്സാമിൻ്റെ രാത്രിയാണ്, ഞാൻ ഹോസ്റ്റലിലോട്ട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇനിയിപ്പോൾ എന്താ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു സാറിനോട്. അപ്പോൾ സാറിനു നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പോരെ, നീ മറ്റുള്ളാരും നോക്കണ്ട, നിനക്ക് ഉറപ്പുണ്ടോ നീ ഇങ്ങോട്ട് പോരെ. വേണമെങ്കിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമായിരുന്നു. എന്താണ് ഒരു ഗവൺമെന്റ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യണമെന്ന് തോന്നുന്നു. നമുക്ക് സാമ്പത്തികമായിട്ടും നമുക്ക് നോക്കണമല്ലോ, പിന്നെ പ്രൈവറ്റിലോട്ട് പോയി കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഫാമിലി അത്രയും ഇതില്ല. പിന്നെ നമ്മളെ മാത്രമല്ല, ഒരു ഗവൺമെന്റ് ഡോക്ടറായി പഠിച്ചു വരിക എന്ന് പറയുമ്പോൾ അതൊരു വേറെ തന്നെ ഒരു ട്രസ്റ്റും വിശ്വാസവും ഉണ്ട്. അതിൻ്റെ ഉപരി നമ്മൾ ഈ പ്രൈവറ്റിൽ പോയി മോശമല്ല, ഞാൻ പറയാം പ്രൈവറ്റിൽ പോയി പഠിക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, പക്ഷേ ഒരു ഗവൺമെന്റിൽ പഠിച്ചിറങ്ങുമ്പോൾ ഒരു ഫീല്. തീർച്ചയായിട്ടും നമ്മുടെ ഗോൾ അതായിരുന്നു. അതിനേക്കാളും കൂടുതൽ അവനവനുള്ളൊരു വിശ്വാസം. കാരണം ഇപ്പോൾ ഇത്ര ടഫായിട്ട് വന്നാൽ പോലും എന്നെ കൊണ്ട് കഴിയും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ, അല്ലെ റിപ്പീറ്റ് ചെയ്യാൻ എന്നുള്ളൊരു ആത്മവിശ്വാസം അതെപ്പോഴാണ് ഉണ്ടായത്? അത് ഞാനിതുപോലെ തന്നെ അന്ന് വൈകിട്ട് തന്നെ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞേക്ക് കോർഡിനേറ്റർ എല്ലാവരും ഉണ്ടായിരുന്നു. സെറിമോ സാറ്, ബിജു എം സാറ്, അനീസ് സാറ്, പിന്നെ നമ്മുടെ ജസ്റ്റി സാറ്, ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഇവർ എന്നോട് കമ്പ്യൂട്ടർ റൂമെന്ന് വെച്ച് തന്നെ പറഞ്ഞു ഇങ്ങനെ നിന്നെ കൊണ്ട് പറ്റും, നീ ഇപ്പോൾ അതിനെപ്പറ്റി ഇതെന്താവും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട, നിന്നെ കൊണ്ട് പറ്റുമെന്ന് നമുക്കറിയാം. അപ്പോൾ നീ ഒരു വർഷം കൂടി നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് പോരെ, നമുക്ക് ഒരു വർഷം കൂടി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചോളൂ, ഇങ്ങനെ മാർക്ക് കുറവാണ്, അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പോയിക്കോട്ടെ വെച്ചു. അപ്പോൾ അമ്മയച്ഛൻ പറഞ്ഞു നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ പോയിക്കോ, ഒരു പേടിയും പേടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആൾക്കാരെന്ത് പറയും, ആൾക്കാർ പലതും പറഞ്ഞോട്ടെ. അന്ന് രാത്രി ഞാൻ ഇവിടെ പോകുന്നതിനായിട്ട് പിന്നെ അഡ്മിഷൻ എടുത്താൽ പോയെ. രാത്രി വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഞാൻ സാറിന് ജൂലൈ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുത്തു. ഞാൻ പറഞ്ഞു ഞാൻ ജൂലൈ ഞാൻ വരാം, എന്തായാലും എനിക്കൊരു വർഷം കൊണ്ട് വരണം, എന്തായാലും ഇത് നേരിട്ട് ഞാൻ പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉറപ്പായെന്ന് പറഞ്ഞു. ഇവർ പോയി വീട്ടിലെത്തിയതിനു ശേഷം സാർമാരൊക്കെ ഇടയ്ക്ക് വിളിക്കും, കോൺസ്റ്റന്റ് സപ്പോർട്ടായിരുന്നു. മെൻറ്റേഴ്സ് ആയാലും വിളിച്ച് എന്നും പറയും മോനെ പേടിക്കേണ്ട, നമുക്ക് എന്തായാലും ഈ വർഷം നമുക്ക് കിട്ടി, നമുക്ക് എന്തായാലും നീ ഇങ്ങോട്ട് നമുക്ക് എന്തായാലും കിട്ടും എന്നൊക്കെ പറഞ്ഞു. 687 നിൽക്കുമ്പോൾ ആ റിപ്പീറ്റ് ചെയ്യാനെടുത്ത തീരുമാനം ശരിയാണ്. നമ്മളോട് അതിനോട് മാക്സിമം നമുക്ക് നീതി പുലർത്താൻ സാധിച്ചു. റിപ്പീറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഏറ്റവും വലിയ സ്ട്രഗിൾ എന്തായിരിക്കാം? റിപ്പീറ്റർ ആകുമ്പോൾ പ്രശ്നം വെച്ചാൽ നമുക്കൊരു ഓവർ കോൺഫിഡൻസിൻ്റെ സാധനമുണ്ട്, അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം നമ്മൾ വിചാരിക്കും അതിൽ ഒരു കൊല്ലം പഠിച്ചതല്ലേ, ഇനിയിപ്പോൾ ഒരു കൊല്ലം ഒന്നും പഠിക്കില്ല, അതൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങ് പോയാൽ നമ്മൾ ഒരിക്കലും അച്ചീവ് ചെയ്യത്തില്ല, അത് ഉറപ്പായും പറയാം. കാരണം നമ്മൾ വരുമ്പോൾ നമ്മൾ പുതിയ ആളാണ്, നമുക്കൊന്നും അറിയില്ല, ആ രീതിയിൽ നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ പഠിച്ചത് തന്നെ ആയിരിക്കാം, പക്ഷേ നമ്മൾ എല്ലാം കേൾക്കുമ്പോൾ നമ്മളൊന്നും കേൾക്കാൻ ക്ഷമ വേണം. നമുക്ക് ഓക്കെ ഇതൊരു പുതിയ രീതിയാണ്, അപ്പോൾ പുതിയ എക്സാമാണ്, അപ്പോൾ നമ്മൾ ആ രീതിക്ക് പഠിക്കണം. ഇവിടുത്തെ പഠിപ്പിക്കുന്ന സാറുമാർ വന്നാലും വേറെ രീതിയാണ്, അർത്ഥം മെറ്റീരിയൽസ് ഒക്കെ സെയിമാണ്. ബുള്ളിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് തരുന്ന എല്ലാ റിസോഴ്സും സെയിമാണ്, പക്ഷേ നമുക്കെടുക്കുന്ന ക്ലാസ്സിൻ്റെ ലെവൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് അറിയാവുന്ന സാറുമാർക്ക് അറിയാം, പക്ഷെ എന്നാലും നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ സാറുമാർ പറയും നമ്മളോട്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കുന്ന നല്ലതാണ്. അത് ഓവർ കോൺഫിഡൻസ് വരാത്ത പ്രശ്നം. പിന്നെ നമ്മൾ ഈ റിപ്പീറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കൺസെപ്റ്റ് അറിയാം, അങ്ങനത്തെ ഒരു ബയോളജി ഒക്കെ നമുക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും. കാരണം ബയോളജി പറഞ്ഞ ഒരു സബ്ജക്റ്റ് നമ്മൾ എത്രത്തോളം വായിച്ചെടുക്കുന്നു അത്രയേ ഉള്ളൂ, അല്ല നമ്മൾ കൂടുതൽ ബൈഹാർട്ട് ചെയ്യണ സംഭവമല്ല. കുറച്ച് വാല്യൂസ് ഒക്കെ ഉണ്ട്, എന്നാലും കൂടുതൽ കൺസെപ്റ്റ് ആയിട്ടില്ല. നമുക്ക് ജസ്റ്റ് ബയോളജി എത്ര വായിക്കുന്നു അത്രയും പഠിക്കാം. പിന്നെ കെമിസ്ട്രിയും ഓക്കെ അത്യാവശ്യം ഓക്കെയാണ്, ഓർഗാനിക് അങ്ങനെയൊക്കെ. പക്ഷേ ഫിസിക്സ് ആണ് നമുക്ക് എല്ലാവർക്കും ഈ റിപ്പീറ്റ് ആയാലും റിപ്പീറ്റ് ആയാലും എത്ര വർഷം ചെയ്താലും ഈ ഫിസിക്സ് ആണ് ഒരു വില്ലനായിട്ട് നമ്മുടെ ഇതിൽ വരുന്നത്. നമ്മുടെ ഉൾമനസ്സിൽ എപ്പോഴും ഒരു പേടിയായിട്ട് നിൽക്കുന്ന ഫിസിക്സ് ആണ്. പക്ഷേ ഫിസിക്സ് ഒരിക്കലും 2025 എല്ലാ സബ്ജക്റ്റും ടഫായിരുന്നപ്പോൾ സബ്ജക്റ്റ് ആയെന്നല്ല, ടഫായെന്നല്ലാതെ നീറ്റിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഫിസിക്സ് ബുദ്ധിമുട്ടിച്ചിട്ടുമില്ല 2026-ലും. അപ്പം അതിനോടുള്ള ആ ഒരു പേടി, അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒതുക്കേണ്ടത് എങ്ങനെയാണ്?
അത് 2025 എക്സാം കഴിഞ്ഞേക്ക് എനിക്ക് മനസ്സിലായി ഫിസിക്സ് നമ്മൾ സാധാ പോലെ പഠിച്ചാൽ പോരാ. ഞാനും പഠിച്ച +2 ലെവലിൽ വെച്ചാൽ പഠിച്ചത്. അങ്ങനെ 2025 എക്സാം കഴിഞ്ഞ് മനസ്സിലായി ഓക്കെ ഇത് അത്യാവശ്യം ടഫാണ്. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ ടൈം കൊടുക്കണം ഫിസിക്സിലോട്ടാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം ബയോളജിയിലോട്ട് കൂടുതൽ ടൈം കൊടുത്തത് ഈ സ്കോറിംഗ് സബ്ജക്റ്റ് ആയിരുന്നു. നമ്മൾ വിചാരിച്ച അങ്ങനെ സ്കോറിംഗ് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. പിന്നീട് മനസ്സിലായി 2025 കഴിഞ്ഞേക്ക് മനസ്സിലായി എല്ലാ സബ്ജക്റ്റും ഈക്വലി ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ ഒരു സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ്കോഴ്സ് ബയോളജി ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ അതേ ടൈമിൽ നമ്മൾ ഫിസിക്സും കെമിസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഫിസിക്സ് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ അതും എനിക്കറിയില്ല എങ്ങനെ പഠിക്കേണ്ടത്. ബയോളജി നമുക്കറിയാം, നമ്മൾ അത്യാവശ്യം വായിച്ച് പഠിച്ചാൽ കിട്ടും. അങ്ങനെയാണ് മെൻറ്ററോട് ചോദിച്ചത്, പുതിയ നമ്മുടെ ഈ വർഷത്തെ മെൻറ്റർ ജോർജ് തോമസ്. അപ്പോൾ സാറിനോട് ചോദിച്ചത് എങ്ങനെ പഠിക്കണം. അപ്പോൾ സാറിനോട് പറഞ്ഞത് നമ്മൾ റിപ്പീറ്റർ ആകുമ്പോൾ ഇതേ വാക്കാണ് ഉപയോഗിച്ചത്, ഓവർ കോൺഫിഡൻസ് നന്നായി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ വരുന്ന സാറുമാർ എന്തെല്ലാം പറയുന്ന ആഗ്രഹിക്കും അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് നമ്മളിതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് ഓക്കെ ഇത് സാർ ഇങ്ങനെ പറയുന്നത്, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കി അപ്പോൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് വന്നിട്ട് നമ്മൾ അന്നന്ന് ചെയ്ത് അന്നു തന്നെ പഠിച്ച് അതിന് കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കണം. നമ്മൾ വിചാരിക്കുമ്പോൾ ഫിസിക്സാണ് ഇത് ഓക്കെ ഇത് ഇത്രയും പഠിച്ചു ഓക്കെ ഇത് എനിക്കറിയാം. പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഓർമ്മ കാണത്തില്ല, മറന്നു. അപ്പോൾ ഞാൻ ചെയ്ത് വെച്ചെന്നാൽ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു സെങ്കേജിൻ്റെ ബുക്ക് എടുത്താലും നേരെ വരും. അന്ന് പഠിപ്പിച്ച ടോപ്പിക്ക് അന്ന് വരും. എന്നിട്ട് നമ്മുടെ ക്ലാസ് നോട്ട് സാർമാർ നല്ല ഷോർട്ടാക്കിയിട്ട് നമുക്ക് തരുന്നത്, ഒരു ഗ്ലാൻസിൽ മനസ്സിലാവുന്ന രീതിയിൽ അത് നോക്കും. എന്നിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റിൽ ക്വസ്റ്റ്യൻ ചെയ്യും, പിന്നെ വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻ ചെയ്യും ആദ്യം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എക്സ്ട്രാ ബുക്ക് റെഫറൻസ് എടുത്ത് ആ ടോപ്പിക്ക് വൈസ് തന്നെ കുറേ ക്വസ്റ്റ്യൻ ചെയ്യും. പിന്നെ നമുക്ക് മനസ്സിലാവും ഒരു 5-10 ദിവസം നമുക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ വെച്ചാലും കിട്ടും. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ പഠിച്ച ടോപ്പിക്ക് തന്നെ ഒന്നുകൂടി ചെയ്യും. ഓക്കെ അല്ല നമ്മളത് അവിടെ വിട്ട് കഴിഞ്ഞ് പിന്നെ പുതിയ ടോപ്പിക്ക് പഠിച്ച് കഴിഞ്ഞ് പിന്നെ വരുമ്പോൾ മറക്കും. ഒരു 2-4 ഒരാഴ്ച ഗ്യാപ്പ് വരുമ്പോൾ ഞാൻ പഠിച്ച സാധനം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കും. അപ്പോൾ അങ്ങനെയാണ് ഫിസിക്സിനോട് ഇഷ്ടമായി തുടങ്ങി. പിന്നെ ഫിസിക്സ് ആയിരുന്നു ഇഷ്ടം പാടില്ല. ഓക്കെ തീർച്ചയായിട്ടും ഒരു ബ്ലാങ്ക് ആയിട്ട് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ എല്ലാ ഇതും മാറ്റിയിട്ട് നമ്മൾ പൂർണ്ണമായിട്ടും ബ്ലാങ്ക് ആയിട്ട് വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടതുപോലെ തന്നെയാണ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. നമുക്കറിയാം ജൂൺ മുതൽ ഡിസംബർ വരെ നടക്കുന്ന ഒരു എക്സാമിൽ നമുക്ക് നല്ല മാർക്കുമായിരിക്കും. ജനുവരി ആകുമ്പോഴത്തേക്കാണ് കൂടുതൽ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നു, റിയാലിറ്റിയിലോട്ട് വരുന്നു. എന്താണെങ്കിലും നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നൊരു ഇത് വരും. അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു? അവിടെ വരുമ്പോഴാണ് നമ്മുടെ ഈ ജനുവരി വരെ നമ്മൾ എഴുതുന്ന വീക്കിലിയാണ്. വീക്കിലി നമുക്ക് അധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാറില്ല, കാരണം നമ്മൾ എങ്ങനെയും പോർഷൻ കവർ ചെയ്ത് നോക്കുന്നു, വീക്കിലേക്ക് എങ്ങനെ മാർക്ക് വാങ്ങാൻ നോക്കും, അത് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ മോഡലാകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള സാധനം സ്ട്രെസ്സ്. അത് എത്ര നമ്മൾ പഠിച്ചാലും വീക്കിലേക്ക് എത്ര മാർക്ക് വാങ്ങിയാലും എത്ര ടോപ്പായാലും ആ മോഡൽ പറഞ്ഞ സാധനം വന്നാൽ നമ്മൾ എല്ലാവരും വീണു. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വന്നു ഇത് നീറ്റ് ഇത്ര ഇതിൽ കണ്ടക്ട് ചെയ്യും ഈ രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ടെൻഷൻ, അയ്യോ നീറ്റ് എടുക്കാറായി. അപ്പോൾ നമ്മൾ ടാബിലൊക്കെ അലാറം വയ്ക്കാൻ തുടങ്ങും, ഇത്ര ദിവസം ഉണ്ട് ഈ നീറ്റിന്, 2-3 months ഓക്കെ. പിന്നെ അപ്പോഴാണ് നമ്മുടെ ഈ ബ്രില്ലിൻ്റെ മെൻറ്റർഷിപ്പും ഈ കോർഡിനേറ്റർമാരെ ഈ ഡിസ്കഷൻ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം നമുക്കൊരു ടെൻഷൻ മനസ്സിലുള്ളപ്പോൾ നമ്മളത് ഉള്ളി വെച്ചുകൊണ്ടിരിക്കരുത്, അത് നമ്മൾ അപ്പോൾ ഓപ്പണായിട്ട് സംസാരിച്ച് തീർക്കണം. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ മോളിൽ തുടങ്ങുന്ന സമയത്ത് ലൈക്ക് നമ്മൾ മോളിൽ തുടങ്ങാട്ട് മുന്നേ ഞാൻ കോർഡിനേറ്റർ റൂമിൽ പോകുമായിരുന്നു. ഞാൻ പറഞ്ഞില്ല എന്നും പോകുമായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്നതിനായിട്ട് പിന്നെ ഞാൻ ഇവരോട് ചോദിക്കാറ്, എല്ലാ സാറന്മാരും ചോദിക്കും സാർ അത് എങ്ങനെയെങ്കിൽ പഠിക്കണ്ടേ. പിന്നെ നമ്മൾ ഇത്രയും ദിവസം വീക്കിലേക്ക് ഒരു അപ്രോച്ചും മോഡലിന് വേറെ അപ്രോച്ചും. അപ്പോൾ വീക്കിലേക്ക് നമ്മളോട് സാറന്മാർ പറഞ്ഞത് കൂടുതൽ കൺസെപ്റ്റ് പഠിക്കാൻ നോക്കുക. നമ്മൾ മാർക്ക് നോക്കാതെ എത്രത്തോളം കൺസെപ്റ്റ് പഠിക്കാൻ പറ്റുന്ന എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നു അതിന് പ്രാധാന്യം കൊടുക്കുക. അത് കഴിഞ്ഞ് മോഡലാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് തന്നെ റിവൈസ് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇവിടെ ഓരോ എക്സാമിൻ്റെ രീതി ഉണ്ടല്ലോ യൂണിറ്റ് വൈസ്, അതിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ പിന്നെ നമ്മൾ തന്നെ പറഞ്ഞത് നമ്മൾ മൈൻഡ് ഓപ്പൺ ആയിട്ട് നല്ലപോലെ എത്രത്തോളം കൂടായിരിക്കുന്നു അത്രത്തോളം ടെൻഷൻ ഫ്രീ. നമുക്ക് +1+2 ഒരു നല്ല മാർക്കുണ്ടായിരുന്നു. 2025 ടഫായിട്ട് വന്നിട്ട് നല്ല മാർക്കുണ്ടായിരുന്നു. നമ്മൾ റിപ്പീറ്റ് ചെയ്തു, നമ്മളുടെ സക്സസ്സിലോട്ട് നമ്മൾ എത്തുകയും ചെയ്തു. പലപ്പോഴും മാർക്ക് വളരെ കുറയുകയും നമ്മൾ വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്സിലോട്ട് എത്തുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പ്രത്യേകിച്ചും 2-3 വർഷമൊക്കെ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട്. അവർ വളരെ സ്ട്രെസ്സിലോട്ട് പോകുന്നതും കണ്ടിട്ടുണ്ട്. ആ ഒരു തീരുമാനം, അതായത് +2 ഒരു നോർമൽ മാർക്കായിരുന്നു, 1 വർഷം റിപ്പീറ്റ് ചെയ്തു. ഇപ്പം ഈ 2026 പോലെയൊക്കെ ആണെങ്കിൽ ഒരു 300 മാർക്കൊക്കെ എത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ആ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു സക്സസ്സിലോട്ട് എത്താനുള്ള റേഷ്യോയെക്കുറിച്ച് ഒന്ന് അനുമാനിക്കാൻ സാധിക്കുമോ? പിന്നെ ഉറപ്പായും നമ്മൾ എങ്ങനെ നമ്മുടെ എക്സാമിലോട്ട് ഞാൻ മൈൻഡ് സെറ്റ് എന്നൊരു സംഭവമുണ്ട്. അതാണ് നമ്മൾ ഏതൊരു പരീക്ഷയും ജീവിതത്തിൽ ഏതൊരു പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതാക്കി എടുക്കുന്നത്. നമ്മൾ എത്രത്തോളം പഠിച്ചു എത്രത്തോളം മാർക്ക് വാങ്ങി അതിലല്ല കാര്യം, നമ്മളെങ്ങനെയാണ് ഒരു എക്സാം അപ്രോച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ പൊരുത്തപ്പെടുന്നത്, അതിനോടാണ് കൂടുതലും എനിക്ക് യോജിപ്പുള്ളത്. ഇപ്പോൾ നമ്മൾ 300 മാർക്ക് ഇപ്പോൾ ഈ എക്സാം കിട്ടിയാലും അത് മോശം മാർക്കല്ല, കാരണം 300 മാർക്ക് കിട്ടിയല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിക്കണം, അല്ലാതെ എനിക്ക് ഇത്ര കിട്ടിയുള്ളൂ പക്ഷെ ഞാൻ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ ആ ചിന്ത പാടില്ല. നമ്മളെ തന്നെ വിശ്വസിക്കണം. നമ്മൾ എത്ര എഫേർട്ട് ഇട്ടുണ്ടോ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഞാൻ കറക്റ്റ് ടൈമിന് ഉറങ്ങാറുണ്ട്, ഡെയിലി 7 മണിക്കൂർ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. കാരണം
ബാക്കി ദിവസം സമയമൊക്കെ നമ്മൾ പഠിക്കുന്ന ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ രാത്രി ഉറങ്ങേണ്ട മുന്നേ ഞാൻ കിടന്ന് ആലോചിക്കുന്നത് എനിക്ക് ഇത്രയൊന്നും പഠിക്കാൻ പറ്റി, എന്നെക്കൊണ്ട് ഇത്രയും പറ്റിയല്ലോ. അപ്പോൾ ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യും, നല്ല കാര്യം, ഇത്ര ചെയ്യാൻ പറ്റും. ഇനി നാളെ നമുക്ക് ഒരു പൊടിക്ക് വേണമെങ്കിൽ കൂട്ടാം, ഇല്ലെങ്കിൽ കുറച്ചാലും കുഴപ്പമില്ല, പക്ഷെ നമ്മൾ അത്രയും പഠിച്ചല്ലോ. ആ രീതിക്ക് നമുക്ക് പിന്നെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എവിടെ ഏത് സ്ഥലത്താണെങ്കിലും ആ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മളുടെ ഇപ്പം നമ്മൾ 2025 ഒരു എക്സാമിന് നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തു, എന്നിട്ടാണ് 492 അല്ലെങ്കിൽ 500 എത്തിയെന്ന് വിചാരിക്കുക. ആ മാക്സിമം എഫേർട്ട് എന്ന് പറയുന്നത് ഒരു 17, 18, 19 വയസ്സുള്ള ആൾക്ക് മാക്സിമം ആണോ? അതിനെ വീണ്ടും ഉയർത്താനായിട്ട് സാധിക്കുമോ? ഉറപ്പായി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ഒരു ഉള്ളിലത്തെ ഒരു ഇത് പവർ. കാരണം നമ്മൾ വിചാരിക്കും എന്നെക്കൊണ്ട് ഇത്രേ പറ്റൂ, അതിനെക്കാട്ടും കൂടുതൽ മാർക്ക് വാങ്ങിയവനാണ് അവൻ, അപ്പോൾ അവന് ഇനിയും പറ്റും, എനിക്ക് ഇത്ര പറ്റത്തില്ല. ആ സംഭവം നമുക്ക് വേണ്ട, കമ്പാരിസണും വേണ്ട. നമ്മൾ ആരായിട്ടും കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾക്ക് നമ്മുടെ കാര്യം നമുക്ക് തന്നെ അറിയത്തുള്ളൂ. നമുക്ക് എത്ര കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ട്, അത് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ നമ്മൾ വിചാരിക്കാണ്ട് കൂടുതൽ പൊട്ടൻഷ്യൽ നമുക്കുള്ളതും. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മുടെ ലിമിറ്റ് പുഷ് ചെയ്യണം. കാരണം എന്തായാലും ഇതൊരു നല്ലൊരു പ്രൊഫഷനുമാണ്, ഇന്ന് അതിനെക്കാട്ടും കൂടുതൽ പഠിക്കാനുള്ള പ്രൊഫഷനുമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ട്രെയിൻ ചെയ്ത് പോയാൽ നമുക്ക് ഭാവിയിൽ ജീവിതത്തിലും വെൽ ഡിസിപ്ലിൻഡ് ആവാനും പറ്റുകയും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ഇതുണ്ട്, അത് അങ്ങനെയാണ്, നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടുക, പിന്നെ കിട്ടാതെ നമുക്ക് കിട്ടും. നമ്മൾ പിന്നെ റിസൾട്ടിന് വേണ്ടി നമ്മൾ ഇതാക്കരുത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മാക്സിമം എഫേർട്ട് കിട്ടണം. നമ്മൾക്ക് തോന്നണം ഞാൻ 100% ചെയ്തിട്ടുണ്ട്, ബാക്കി റിസൾട്ട് സെക്കൻഡറി ആണ്, ബാക്കി ഒരാൾ നമുക്ക് വരും. ആര്യൻ, എന്ത് പറഞ്ഞാലും നമ്മൾ സെക്കൻഡ് ടൈം ചെയ്യുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരേ ടോപ്പിക്ക്, ലോസ് ഓഫ് മോഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ജെനറ്റിക്സ്, ഒരേ ടോപ്പിക്ക്, ഒരേ കണ്ടൻറ്റ്. നമുക്ക് ആ ഒരു തിയറി ക്ലാസ് കേൾക്കുമ്പോൾ പല കുട്ടികളും ചോദിക്കാറുണ്ട്, ഞാൻ ചില ക്ലാസ്സുകളൊക്കെ സ്കിപ്പ് ചെയ്തോട്ടെ, ഞാൻ ചിലതിനകത്ത് എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ക്ലാസ്സുകൾ നിങ്ങൾ മിസ് ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഡീമോട്ടിവേറ്റഡ് ആകുന്നു. എങ്ങനെയാണ് ആര്യൻ അതിൽ നിന്ന് വ്യത്യസ്തനാകുന്നത്? ഞാൻ ഡീമോട്ടിവേഷൻ അതെനിക്കും പലപ്പോഴും ഉണ്ടായ ചിന്തയാണ്. ഇന്ന് ഞാൻ അത്രയും കേട്ടും അടുത്തല്ലേ, ഇത് പിന്നെ കേൾക്കണം. കാരണം നമ്മൾ അത്രയും കേട്ട സാധനമല്ലേ, പിന്നെ ആലോചിക്കും. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ പെർമിഷൻ വാങ്ങാൻ പോയിട്ട് ഇടക്കുന്നുണ്ട്. പറയണ്ട് സാർ ഞാൻ ഇന്ന് റെഫറൻസിൽ നിന്നിട്ട് ഇത് പഠിച്ചോട്ടെ, ഇത് കേട്ടതാണ് കുറേ മടുത്തത്. അപ്പോഴും സാറ് പറഞ്ഞു അങ്ങനെ അതാണ് ഓവർ കോൺഫിഡൻസ് നിൻ്റെ, അത് നമുക്ക് പാടില്ല, അത് നമുക്ക് എപ്പോഴും നഷ്ടം ഉണ്ടാക്കത്തുള്ളൂ. നീ ഒന്ന് പോയി ഇരിക്കി, ചിലപ്പോൾ നിനക്ക് എന്തെങ്കിലും പുതിയ സാധനം കിട്ടും, ഒരു സാധനമെങ്കിലും പുതിയതായിട്ട് കിട്ടാറുണ്ട്. അത് ഇവിടുന്ന് അതങ്ങനെ അതേ പറഞ്ഞു, ബ്രില്യൻറ്റിൻ്റെ ഒരു ഇതങ്ങനെയാണ്. ഇവിടുത്തെ പ്രൊഫസേഴ്സ് ആണെങ്കിൽ ആ രീതി അങ്ങനെ, നമ്മൾ എത്ര പഠിച്ചാലും എന്തെങ്കിലും നമുക്ക് പുതിയ സാധനം ആരെങ്കിലും ഒരു സാറിന് ക്ലാസ് നമുക്ക് കിട്ടിയിരിക്കും. അത് ഒരു ഇതാണ്, അങ്ങനെ പോകാറുണ്ട്. ഞാൻ ആദ്യത്തെ ഇതിലൊക്കെ വിചാരിച്ചു അങ്ങനെ പോയേക്കാം. എന്നിട്ട് ഞാൻ വെച്ചാൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ, നമ്മളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ നമ്മൾ ഇതിപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അപ്പോൾ ഞാൻ ഇത് സ്കിപ്പ് ചെയ്തിട്ട് വേറെ ഓരോ സമയത്ത് പഠിച്ചിട്ട് പിന്നെ എപ്പോഴും ഓൺലൈൻ ക്ലാസ് കാണാം, ആ ചിന്തയൊക്കെ ഉണ്ടാവും. പക്ഷേ അത് ശരിക്കും നല്ലതല്ല എന്ന് എൻ്റെ അഭിപ്രായം. അങ്ങനെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ശരിക്കും ഇത് നല്ലൊരു രീതി പറഞ്ഞാൽ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഇരിക്കുക, പരമാവധി ഇവിടുത്തെ ഒന്ന് മിക്സ് ചെയ്ത് പഠിച്ചു എന്നാണ് ഇത് നല്ലത്. നമുക്ക് 2025 നമുക്കറിയാം ധാരാളം മോഡൽ എക്സാമുകളൊക്കെ എഴുതിയാണ് നമ്മൾ നീറ്റ് 2025 എക്സാം ഹാളിലോട്ട് ചെന്നത്. പക്ഷേ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് 180 ചോദ്യങ്ങൾ, നമുക്ക് ഡിഫിക്കൽട്ടി ലെവൽ എല്ലാ സബ്ജക്റ്റിലും ഡിഫിക്കൽട്ടി ലെവൽ വളരെ കൂടിയൊരു ക്വസ്റ്റ്യനും ആയിരുന്നു. നമുക്ക് ഈ 2026 മോഡൽ എക്സാമിൻ്റെ ആ ഒരു യാത്രയിലോട്ട് വന്നു കഴിഞ്ഞാൽ എത്രത്തോളവും കംഫർട്ട് ആയിരുന്നു മോഡൽ എക്സാം വേഴ്സസ് നീറ്റ് 2026? 2026 മോഡൽ ചോദിച്ചാൽ എനിക്ക് കൂടുതൽ എന്നാലും ടഫായി തോന്നുന്നത് ബ്രില്യൻ്റ് എക്സാമാണ്. ശരിക്കും നമുക്ക് മനസ്സിലായില്ല ബ്രില്യൻ്റ് എക്സാമാണോ നീറ്റോ എഴുതുന്നതെന്ന്. കാരണം നമ്മളത്രയും 2025 കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഫുൾ ലെവൽ മാറി, എക്സാംസിൻ്റെ ലെവലടക്കം മാറി. കാരണം ഇവിടെ നമുക്ക് പണ്ടൊക്കെ നീറ്റ് ലെവൽ എക്സാം നടത്തിയിരുന്നു, പിന്നീട് നമുക്ക് ഇവിടെ ജെയുടെ മെറ്റീരിയൽസ് വരാൻ തുടങ്ങി. നമ്മുടെ ക്ലാസ്സിൽ ഈ റാങ്ക് വാങ്ങി കഴിഞ്ഞാൽ പണ്ട് ക്യാഷ് പ്രൈസും ഇതൊക്കെയാണ്, ഇപ്പോൾ ക്യാഷ് പ്രൈസും നമുക്കൊരു ജെയുടെ ബുക്ക് തരാൻ തുടങ്ങി. പിന്നെ വീക്ക്ലിയിലും മോഡലിലും ജെയുടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ചോദിക്കുമായിരുന്നു സാറിനോട് ഇങ്ങനെ കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ഇട്ടാൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് എല്ലാത്തിലും ടഫ് ക്വസ്റ്റ്യൻ ജെയുടെ ക്വസ്റ്റ്യൻ വരും. അങ്ങനെ എന്തുകൊണ്ട് നോക്കുമ്പോൾ കമ്പൈൻഡ് ആയിട്ട് ഇവരെല്ലാം ടഫ് ക്വസ്റ്റ്യൻ ഇട്ടെന്ന് തന്നെ. അങ്ങനെ മോഡൽ എക്സാം തുടങ്ങി. മോഡൽ എക്സാം ആണ് ശരിക്കും ബ്രില്യൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയും. കാരണം ഏത് ലെവലിൽ വെക്കുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ 300-200 മാർക്ക് വാങ്ങുന്ന കുട്ടിയാണെങ്കിലും ബ്രില്യൻ്റെ മോഡൽ എക്സാം ശരിക്കും ജനുവരി മുതൽ നമ്മൾ എഴുതി തുടങ്ങുകയാണെങ്കിൽ നീറ്റ് എന്നത് നമുക്ക് എളുപ്പമായി കിട്ടുന്ന സാധനമാണ്. അതിനത്ര നമുക്ക് ടെൻഷനില്ല. അങ്ങനെ നമ്മുടെ മോഡൽ എക്സാം തുടങ്ങി. മോഡൽ എക്സാം തുടങ്ങുന്ന സമയത്തും ഈ ലെവലിൽ തന്നെയായിരുന്നു. ആദ്യത്തെ 3-4 എക്സാം സിമ്പിളായിരുന്നു. പിന്നീട് നമുക്ക് വിചാരിക്കാത്ത ടഫായി. 2025 ലെവലൊക്കെ എക്സാം പോകാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ സാറിനോട് സാറേ ഇത് പിന്നെ ഈ ലെവൽ എന്തിനാണ്, നമുക്ക് ഈ ലെവലൊക്കെ ആവശ്യമുണ്ടോ? അപ്പോൾ സാറിന് 2025 ഇങ്ങനെ വന്നു, 2026 വന്നേക്കാം, വരുമെന്ന് പറയുന്നില്ല, വന്നേക്കാം. അപ്പോൾ ആ ലെവലിൽ നമുക്ക് ഇനി നമ്മൾ കാണാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ല. കാരണം അങ്ങേയറ്റ എക്സ്ട്രീം ക്വസ്റ്റ്യൻസ് ഇട്ടു, അത്രയും സിമ്പിളാക്കി ഇട്ടു, മോഡറേറ്റ് ലെവൽ ഇട്ടു നമുക്ക് മോഡൽ എക്സാം ചെയ്തായിരുന്നു. അങ്ങനെ മോഡൽ എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ബാക്ക് ബോൺ ആണ്. നമ്മൾ എത്ര മോഡൽ എക്സാം എഴുതുന്നു അത്രയും
വിജയമായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഒരു മോഡൽ എക്സാം പോലും മിസ് ചെയ്യരുത്. ഓക്കെ. 2026 എക്സാം എഴുതുമ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് നമ്മൾ എക്സാം എഴുതുന്ന ഞാൻ ശ്രദ്ധിച്ച കാര്യം അതാ. മോഡൽ എക്സാം തുടങ്ങുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ മെൻറ്റർ പറയുന്നത് നമ്മൾ ഫസ്റ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു 2-3 മിനിറ്റ് നമ്മൾ പേപ്പർ അനലൈസ് ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ പേജ് മറിച്ചിട്ട് നമുക്കപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതായിരിക്കും ടഫ് ഏതായിരിക്കും ഈസി. എന്നിട്ട് നമ്മൾ അത് വെച്ച് സബ്ജക്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഞാൻ പണ്ട് ചെയ്ത സമയത്തൊന്നും എനിക്ക് ഈ ഷിഫ്റ്റിംഗ് സംഭവം അറിയില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ ബയോളജി ഫസ്റ്റ്, കെമിസ്ട്രി, ഫിസിക്സ് ഈ ഓർഡറിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് ഏതൊരു സബ്ജക്ട് ടഫായി കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് മോശം. അത് 2025 പറ്റിയ കൂടുതൽ ടൈം മാനേജ്മെന്റ് ഇല്ലാത്ത പ്രശ്നമായിട്ട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, നമ്മൾ കാണാൻ പറ്റിയില്ല. പക്ഷേ 2026 ഇവിടുത്തെ മോഡൽ എക്സാം എഴുതിയ കാരണം നമുക്ക് മനസ്സിലായി മോഡൽ എക്സാം ഇവിടുത്തെ അങ്ങനെ ഇവിടെ ഒരേ ലെവലായിരിക്കും. ചിലപ്പോൾ ചില ദിവസം ബയോളജി ആയിരിക്കും ഭയങ്കര ടഫ്, അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലോട്ട് ഇല്ലെങ്കിൽ ഫിസിക്സിലോട്ട് ഷിഫ്റ്റ് ആവും. ചില സമയത്ത് ഫിസിക്സ് ആയിരിക്കും ഭയങ്കര ടഫ്, അപ്പോൾ നമ്മൾ കെമിസ്ട്രിയിലോട്ട് ഷിഫ്റ്റ് ആവും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യാനും ടൈം മാനേജ്മെന്റും ഇവിടുത്തെ മോഡൽ നന്നായി സഹായിച്ചിട്ടുണ്ട്. 2026 തന്നെ പറ്റിയ പേപ്പർ തുറന്നു വയ്ക്കാൻ ഞാൻ ആദ്യം അനലൈസ് ചെയ്ത് മനസ്സിലായി ഇത് ഒട്ടുമിക്ക ഈസി ലെവലാണ്. പിന്നെ ബയോളജി തുറന്നു. ബയോളജി എനിക്ക് ഫുൾ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ ബയോളജിക്ക് പ്രശ്നം ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ബയോളജി ചെയ്തു, കെമിസ്ട്രി ചെയ്തു, ഫിസിക്സും ചെയ്തു. എന്തുകൊണ്ടും ഇവിടുത്തെ മോഡൽ എക്സാം തന്നെയായിരുന്നു നീറ്റ് 2026 എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. എന്ത് പറഞ്ഞാലും നമുക്ക് +2 ശേഷം ഒരു വർഷം നമ്മളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുക്കാൻ തീരുമാനിക്കുന്നു. നമുക്ക് തന്നെ തോന്നുന്നു നമ്മളതിനകത്ത് സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത് ശരിയാണ്. നമുക്ക് ആ ഒരു ദിവസം ഒരു പക്ഷേ നമുക്ക് വേണ്ടി ചെയ്യാനായിട്ട് തോന്നിയേക്കാം, അതല്ലെങ്കിൽ നമുക്കൊരു സങ്കടത്തിൻ്റെ ഒക്കെ ഒരു പരിധി തോന്നിയേക്കാം. എങ്കിലും നമ്മൾ വീണ്ടും നമ്മളുടെ ആഗ്രഹത്തിൻ്റെ ആ ഒരു കനൽ നമ്മുടെ ഉള്ളിൽ അപ്പോഴും എരിയുന്നുണ്ടായിരുന്നു. നമ്മൾ വീണ്ടും ഒരു വർഷം ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്നു. സോഷ്യൽ സ്റ്റിഗ്മ ഇടയ്ക്ക് ആര്യൻ പറഞ്ഞിരുന്നു. കാരണം നമുക്കില്ലാത്ത ബന്ധുക്കൾ വരെ അല്ലെങ്കിൽ ഇല്ലാത്ത കൂട്ടുകാർ വരെ നമ്മുടെ കൂടെ പഠിച്ചവരുടെയൊക്കെ നിലവാരമൊക്കെ നോക്കുമ്പം നമുക്കൊരു പുറകോട്ട് വലിയാനുള്ളൊരു ടെൻഡൻസി എന്താണെങ്കിലും നമുക്കുണ്ടാവും. നമ്മൾ ഡിസംബർ വരെ വളരെ കംഫർട്ടായിട്ടിരിക്കുകയും ചെയ്യുന്നു. ജനുവരി ആകുമ്പം നമുക്കറിയാം ഈ മോഡലിലോട്ട് കിടക്കുന്നു. നീറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരെ നമ്മൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചതുമാണ്. എങ്ങനെയാണ് ഈ സോഷ്യൽ സ്റ്റിഗ്മ അല്ലെങ്കിൽ ആ ഒരു മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അതും അവനവൻ്റെ ആഗ്രഹത്തിൻ്റെ ആ ഒരു കനലും, ഇതിനെ നമ്മൾ എങ്ങനെയാണ് നീറ്റ് എക്സാം വരെ ഒന്ന് എരിഞ്ഞു നിൽക്കാൻ സാധിക്കുന്നത്? ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ ഇത്ര കൂടെ പറഞ്ഞ പോലെ ചിലവർക്ക് എടുക്കണമെന്നില്ല. ചിലവർ ഇതിനെക്കാട്ടി ഭയങ്കര എക്സ്ട്രീം ലെവലായിരിക്കും. അത് അവനൊന്ന് തിരിച്ചറിയണം. തിരിച്ചറിയാം, അത് പഠിക്കണം. കാരണം ഞാൻ പറഞ്ഞ തന്നെ കുറേ പേര് നമുക്ക് എതിരായിട്ട് പറയായിരിക്കും. പക്ഷേ നമ്മളെ ടീച്ചേഴ്സും മാതാപിതാക്കളും ഇവർ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഞാനിതിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ മാർക്ക് കുറയുന്ന സമയത്ത് ടെൻഷൻ അടിക്കുന്നത് നേരെ വീട്ടിലോട്ട് വിളിക്കുക. അല്ല ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഈ കൂടുതൽ ബേൺ ഔട്ട് ആയി കഴിഞ്ഞാലും മാർക്ക് കുറഞ്ഞാലും ഞാൻ നേരെ ആദ്യം വീട്ടിലോട്ട് വിളിക്കുന്നത്. ഞാൻ പറയും ഇങ്ങനെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അവൾ പറഞ്ഞാൽ കുഴപ്പമില്ല, മാർക്ക് വല്ല കുറഞ്ഞിട്ടുള്ളൂ, നീറ്റ് എക്സാം ഇല്ലല്ലോ, അതിലോട്ട് കയറുന്നതല്ലേ. അപ്പോൾ നമ്മളായിരിക്കും ഓക്കെ ഇത് അങ്ങനെയാണ്. പിന്നെ നമ്മൾ ഡീമോട്ടിവേറ്റ് ആവാതിരിക്കും. നമ്മൾ തന്നെ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ വേറെ ആളുടെ മോട്ടിവേഷൻ നല്ലതല്ല, പക്ഷേ നമ്മളെ തന്നെ ഇരുന്ന് അനലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു മോട്ടിവേഷൻ വേറെ. അപ്പോൾ ഞാനിങ്ങനെ തന്നെ എക്സാം കഴിഞ്ഞ് വന്നാലും കറക്ഷൻ നോക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോഡൽ എക്സാം തുടക്കം മുതൽ കറക്ഷൻ വീക്കിലാണ് തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ലത്. ചിലപ്പോൾ വീക്കിലേക്ക് ആരും ചെയ്യാറില്ല പതിവ്. പിന്നെ മോഡൽ എക്സാം തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്യാറില്ല. മോഡൽ എക്സാം കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഒന്ന് കറക്ഷൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് രാത്രി കിടക്കാനായിട്ട് മുന്നേ ഞാൻ ഈ കറക്ഷൻ ഒന്നും കൂടി നോക്കും. ഞാൻ അനലൈസ് ചെയ്യും ഞാൻ എവിടെ മിസ്റ്റേക്ക് വരുത്തിയ. പിന്നെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ബ്രില്യൻ്റ് തന്നെ സജസ്റ്റ് മിസ്റ്റേക്ക് ബുക്ക്, ബുക്ക് എന്ന് പറഞ്ഞ് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ. അപ്പോൾ ഞാൻ ആ ബുക്കിൽ എഴുതി വയ്ക്കും ഈ കൺസെപ്റ്റാണ് എനിക്ക് തെറ്റിയത്. എങ്ങനെ എഴുതി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ഞാൻ 3 പേജ് ആക്കിയായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ഫിസിക്സിൽ എഴുതും ഇവിടെ എനിക്ക് ഈ കൺസെപ്റ്റാണ് മിസ്റ്റേക്ക്, അത് നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മൾ അടുത്ത മോഡൽ എക്സാം എഴുതാൻ പോകുമ്പോൾ ഇതൊന്നുകൂടി നോക്കണം. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഓക്കെ ഞാൻ ഇത്രയും തെറ്റിച്ച് ഇവിടെ പഠിക്കാൻ. പിന്നെ ഇവിടുത്തെ മോഡൽ എക്സാം ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വരും. സെയിം അല്ല, നമുക്ക് ആ ലെവൽ ആ കൺസെപ്റ്റ് അപ്ലൈ ചെയ്ത ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവും ഇത് ഞാൻ മറ്റേ ബുക്കിൽ അവിടെ എഴുതി വെച്ചത്, അതൊന്നുകൂടി എഴുതിയാൽ കിട്ടും. അപ്പോൾ കിട്ടും നമുക്ക് ശരിയാവും. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കയറും. അങ്ങനെ ഞാൻ ബിൽഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് പഠിക്കാൻ തുടങ്ങണം. അല്ലാതെ എത്ര ശരിയാക്കിയതിന് കാര്യമില്ല. നമ്മൾ തെറ്റുമ്പോൾ നമുക്ക് സന്തോഷം വരണ്ട. ശരിക്കും അതും എല്ലാവർക്കും എടുക്കണമെന്ന രീതിയില്ല, ചിലപ്പോൾ അങ്ങനെ എടുക്കണ്ട. അപ്പോൾ നമ്മൾ തെറ്റിയത് എഴുതി പഠിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കോൺഫിഡൻസ് കിട്ടും. അതിങ്ങനെ നമ്മൾ നീറ്റ് വരെ കൊണ്ടുപോയി പോകണം. അത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ തന്നെ നല്ലപോലെ കൊണ്ടുവന്നാലേ ഇതാവത്തുള്ളൂ. ഓക്കെ, അതിന് നമുക്ക് നേരത്തെ തന്നെ ഒരു തീരുമാനം എടുക്കണം. കാരണം നമുക്ക് ഈ വരുന്ന സ്ട്രഗിൾസിനെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരേ ടോപ്പിക്ക്, വീണ്ടും ഒരേ ചാപ്റ്ററുകൾ, ഒരേ കൺസെപ്റ്റുകൾ, ഇതിൽ വരുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഇനിയിപ്പം ജനുവരി ആകുമ്പോഴത്തേക്കും മോഡലുകൾക്ക് അല്പം മാർക്കം കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ കൂടുതലായേക്കാം. കാരണം ഇപ്പം നമുക്കറിയാം ബ്രില്യൻ്റിൽ അനുഭവിച്ച മലയാളികളുടെ ഒരു 70-80% കോമ്പറ്റീഷൻ ഇതിനകത്ത് തന്നെ ആരോഗ്യകരമായിട്ട് ആരും നേടാൻ പറ്റി. അതും ഒരു ഘടകം തന്നെയല്ലേ? പിന്നെ ഉറപ്പായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ടോപ്പ് ലെവൽ സ്റ്റുഡൻസ് ഉള്ളത് ബ്രില്യൻ്റില്ല. അത് നമ്മൾ ഒരു നീറ്റ് എഴുതുന്നത് ബ്രില്യൻ്റിൽ എഴുതുന്ന പോലെ തന്നെ നീറ്റ് എഴുതുന്നത്.
കാരണം നീറ്റിൽ പോയി 10-25 ലക്ഷം പേര് എഴുതുന്നുണ്ടെങ്കിലും നമ്മുടെ ശരിക്കുള്ള കോമ്പറ്റീഷൻ 3-4 ലക്ഷം പേരോടാണ്. ബാക്കി നമ്മൾ ജസ്റ്റ് ഞാൻ പറഞ്ഞ +1 +2 കഴിഞ്ഞവരും ജസ്റ്റ് ഒരു എഴുതുന്നവരായിരിക്കും. പക്ഷെ ആ 3 ലക്ഷത്തിന് ഇക്വലന്റ് ആണ് ബ്രില്യന്റിലെ 17,000 പേരോളം ഇവിടുത്തെ എക്സാം എഴുതുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഏകദേശം കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റും. അത് എല്ലാ വർഷവും ഇവിടെ കാണാറുള്ളത്. റിസൾട്ട് കൂടുതലുള്ള ഇവിടെ തന്നെ അത് വെച്ചാണ് അനലൈസ് ചെയ്യുന്നത്. ഉറപ്പായി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു മാസം നമ്മൾ നോക്കത്തില്ല. പിന്നെ ഈ നടുക്കത്തെ നമ്മുടെ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തെ മോഡൽ എക്സാമിൻ്റെ മാർക്കാണ് നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യേണ്ടത്. കാരണം ജനുവരി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ലേണിംഗ് ഫേസാണ്. യൂണിറ്റ് വൈസ് എക്സാംസാണ്. യൂണിറ്റ് വൈസ് എഴുതുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ കമ്പൈൻഡ് വരുന്നു. പിന്നെ ഓൾ യൂണിറ്റ് തുടങ്ങുമ്പോഴാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ഇത് മനസ്സിലാവുന്നത്. നമ്മൾ എവിടെയായിരിക്കും നമ്മുടെ സ്ഥാനം, അതായിരിക്കും നമ്മുടെ കേരളത്തിലെ എവിടെ നമുക്ക് പൊസിഷൻ ആയിരിക്കും. പിന്നെ നമ്മുടെ കോമ്പറ്റീഷൻ അത് എടുത്തു പറഞ്ഞത് പുള്ളിൻ്റെ കോമ്പറ്റീഷൻ ഭയങ്കര കോമ്പറ്റീഷൻ. കാരണം ചിലപ്പോൾ ഒരു ദിവസം തെറ്റിയാൽ മതി, നമ്മുടെ റാങ്കും 1000, 2000, 3000 പോകും. നീറ്റ് അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഉറപ്പായും ബ്രില്യൻ്റ് കോമ്പറ്റീഷൻ തന്നെയാണ് ഒരു നീറ്റിലൂടെ തന്നെ നയിച്ചതെന്ന് പറയാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഞാൻ ആരോട് ചോദിച്ചൊരു ഇത് കണ്ട് വെളിയിൽ നിന്ന് നമ്മൾ കേട്ട ബ്രില്യൻറ്റ്, ഡേ ഇൻ എ ലൈഫ് ഓഫ് ബ്രില്യൻറ്റ്, അതായത് റിപ്പീറ്റ് ചെയ്യുമ്പം 24 മണിക്കൂറും പഠിക്കണം, ഉറങ്ങാൻ സമയമില്ല, അല്ലെങ്കിൽ ഉറക്കളച്ചിരുന്ന് പഠിക്കണം, ഈ പറഞ്ഞ പോലെ പരീക്ഷകളാണ് എല്ലാ ആഴ്ചയും. അപ്പം ഈ ഒരു റിയാലിറ്റി ആരിൻ്റെ ഒരു റിപ്പീറ്ററിൻ്റെ ഒരു ദിവസത്തെ ഒരു ടൈം ടേബിൾ ഒന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അത് ഞാൻ 2 രീതിയിലാണ് ഫോളോ ചെയ്തത്. കാരണം നമ്മുടെ വീക്കിലി വരെ ഒരു ടൈം ടേബിളും നമ്മുടെ മോഡൽ എക്സാം തുടങ്ങുമ്പോൾ വേറെ ടൈം ടേബിൾ ഞാൻ ഫോളോ ചെയ്ത്. വീക്കിലേക്ക് പറയുമ്പോൾ നമുക്ക് രാവിലെ 7:30 to 7:30 ബാച്ചാണ് ഞങ്ങളുടെ. അപ്പോൾ 7:30 to 5:30 വരെ ക്ലാസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഉച്ച വരെ ആയിരുന്നു, പിന്നീട് നമുക്കൊരു 5:30 വരെ ആക്കി. അപ്പോൾ നമ്മൾ രാവിലെ ഞാനൊരു 6:45, 6 ആകുമ്പോൾ എണീക്കും. എന്നിട്ട് നമ്മൾ റെഡിയൊക്കെ ഫ്രഷ് ആയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് 7:30 ക്ലാസ്സിൽ കയറുന്നു. പിന്നെ 10:30 നമുക്ക് ബ്രേക്ക് ടൈം കിട്ടും. ആ സമയത്ത് ഞാൻ ഇരുന്ന് പഠിക്കാതെ ബ്രേക്ക് ടൈം കിട്ടുന്നത് നമുക്ക് പറഞ്ഞാൽ ബ്രേക്ക് എടുക്കാനാണ്. കാരണം നമ്മൾ ഒരു 2.5 മണിക്കൂറൊക്കെ നമ്മളിവിടെ സെഷൻ എടുത്തത്. അപ്പോൾ അത്രയും നമ്മൾ കേട്ടാൽ എത്ര നമ്മൾ പഠിച്ചാലും നമുക്ക് ആ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ബ്രേക്ക് കിട്ടും നമ്മൾ എൻജോയ് ചെയ്തില്ലെങ്കിൽ ബേൺ ഔട്ടോ. അപ്പോൾ നമുക്കൊരു ബ്രില്യൻ്റ് 10:30 to 10:50 ബ്രേക്ക്. ആ സമയത്താണ് ബ്രില്യൻ്റ് പഫ്സ് മനസ്സിലാക്കുന്നത്. ബ്രില്യൻ്റ് പഫ്സും ലൈവും അതൊരു സംഭവം തന്നെ. അതങ്ങനെ 10:30 പോകുന്നു, നമ്മൾ താഴത്തെ ക്യാൻറ്റീനാണ് എല്ലാവരും കൂടി പോകുന്നത്. ക്ലാസ്സിൽ ഒരു 10-15 പേരായിട്ട് താഴെ പോകുന്നു, ബ്രില്യൻ്റ് പഫ്സും ഇതും കഴിക്കുന്നു, ലൈവും കുടിക്കുന്നു, വരുന്നു, ക്ലാസ്സിലോട്ട് ഇരിക്കുന്നു. അങ്ങനെ അടുത്ത ക്ലാസ് സെഷൻ കഴിഞ്ഞ് നമ്മൾ ഉച്ചയാവുന്നു, ലഞ്ച് കഴിക്കുന്നു, പിന്നെയും വരുന്നു, അടുത്ത സെഷൻ കഴിഞ്ഞ് അങ്ങനെ ചായയും കുടിച്ച് നമ്മൾ ഹോസ്റ്റലിലോട്ട് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനിന്ന് പഠിക്കും. അർത്ഥം ഞാൻ ആദ്യം ഇവിടുത്തെ നോട്ടൊക്കെ നോക്കും, എങ്ങനെയാണ് ഇന്ന് പഠിപ്പിച്ചത് എന്തൊക്കെയാണ്, എന്നിട്ട് നോട്ട് നോക്കും. രാത്രി ഒരു 10 മണി 10:30 വരെ പഠിക്കും. ഏറി പറഞ്ഞാൽ 11 മണി വരെ. അത് കഴിഞ്ഞ് സ്ലീപ്പ് അത് മസ്റ്റാണ്. നമ്മൾ 7 hours എന്തായാലും ഞാൻ സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങൾ മാത്രമാണ് 6.5 വരെ പോയിട്ടുള്ളൂ. അതിനപ്പുറം ഞാൻ പോയിട്ടില്ല. കാരണം നമ്മൾ ഇത്രയും നമ്മുടെ ബോഡിക്ക് വർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്ര റെസ്റ്റ് നമ്മൾ കൊടുക്കണം. അതിന് നഷ്ടമില്ല. കാരണം 10-14 മണിക്കൂർ നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്കൂർ റെസ്റ്റ് കൊടുത്ത് നഷ്ടമില്ല. കാരണം അതൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിശ്വസിച്ചു. ഞാൻ എന്നിട്ട് അങ്ങനെ കിടന്നു തുടങ്ങും. പിന്നെ അടുത്ത ദിവസം രാവിലെ എണീക്കും, ഇതും റിപ്പീറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് മോഡൽ എത്തിയൊക്കെയാണ് നമ്മുടെ ക്ലാസ്സസ് ഇല്ല. മോഡലായി കഴിഞ്ഞാൽ ഫുൾ എക്സാം മൂഡാണ്. പിന്നീടാണ് ഞാൻ ഈ റെഫറൻസിനെ പറ്റി പോകാൻ തുടങ്ങിയത്. ആദ്യം എനിക്ക് റെഫറൻസ് ഒന്നും തീരെ ഇഷ്ടമില്ല. ഞാൻ റെഫറൻസ് പറഞ്ഞാൽ നമുക്ക് തീരെ ഒരു ബ്രേക്കില്ല, അവിടെ പോയി ഇരിക്കണം, ചത്തോരെ പഠിക്കണം, പിന്നെ ഒരു റെസ്റ്റും ഇല്ല, അങ്ങനെ രീതിയിൽ ആലോചിച്ചാൽ കുറേ പേര് റെഫറൻസ് പോകുമ്പോൾ ഞാൻ പറയും ഇവരൊക്കെ ഭ്രാന്ത്, റെഫറൻസിന് പോയിട്ട് രാത്രി വരെ ഇരുന്ന് വെറുതെ ചുമ്മാ ഭ്രാന്ത്, നമുക്ക് ആ നേരം ഇവിടെ നല്ലപോലെ പഠിച്ചുകൊണ്ട് വരും. പിന്നീട് മോഡൽ എക്സാമിന് നമുക്ക് ഒരിക്കപ്പോഴും ഒരു മോട്ടിവേഷൻ ക്ലാസ് വെച്ചായിരുന്നു. അന്ന് ഞാൻ പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്കെന്തോ പെട്ടെന്ന് വയറുവേദന എന്തോ ആയിട്ട് ഞാൻ ഇറങ്ങി പോന്നു. ആ സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ പോയി ഞാൻ റെഫറൻസ് കൂടെ ഇരുന്നു. പക്ഷെ ആ ദിവസം ഞാൻ ഒരു 4-5 മണിക്കൂറേ ഇരുന്നിട്ടുള്ളൂ. പക്ഷെ ആ സമയം എനിക്ക് കൂടുതൽ എഫക്റ്റീവായി തോന്നി. കാരണം ക്വസ്റ്റ്യൻ ചെയ്യാൻ കൂടുതൽ റെഫറൻസാണ് എനിക്ക് നന്നായി തോന്നി. ഞാൻ കൂടുതലും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാറുള്ളൂ, തീരെ പഠിക്കാൻ പോകാറില്ല. അങ്ങനെ ആലോചിച്ചു, ഓക്കെ റെഫറൻസ് എന്തുകൊണ്ടും കൊള്ളാം. പിന്നെ ഹോസ്റ്റൽ എമറാൾഡായിരുന്നു. അപ്പോൾ നമുക്ക് രാത്രി വരെ റെഫറൻസ് എന്ന സൗകര്യം കൂടിയും കിട്ടി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ ഈ റെഫറൻസ് ടൈം ഒന്ന് കൂട്ടിത്തരാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ സാറിന് എത്ര മണി വരെ ചോദിച്ചാൽ മതി, 10 മണി വരെ കൂട്ടി തന്നാൽ സന്തോഷമായിരിക്കും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ 10 മണി റെഫറൻസ് അലോട്ട് ചെയ്തു. പിന്നെ ഞാൻ രാവിലെ എണീക്കും. മോഡൽ ലൈഫ് എന്ന് പറയുമ്പോൾ രാവിലെ എണീക്കും. നമുക്ക് റെഫറൻസിന് 8 മണിയാകുമ്പോൾ കയറണം. അപ്പോൾ ഞാൻ 7 മണിക്ക് എണീക്കും. 7 മണിക്ക് എണീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 7:45 റെഫറൻസ് ഹാളിൽ എത്തും. പിന്നെ 8 മണി മുതൽ ഒരു 1 മണി വരെ ബ്രേക്ക് ഉണ്ടാവും 10:30. ആ സമയത്ത് ഇറങ്ങാറില്ല. പിന്നെ മോഡൽ എക്സാം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒന്ന് ലിമിറ്റ് ചെയ്യണം. കാരണം ഏറ്റവും കൂടുതൽ ഉഴപ്പാൻ പറ്റിയ സമയം പറയുന്നത് തുടക്കത്തിൽ 3 മാസവും ഈ എക്സാമിൻ്റെ അവസാനത്തെ 3 മാസം. കാരണം നമുക്ക് അപ്പോൾ ആയിരിക്കും ഇത്രയും കൺസിഡർ ചെയ്യാൻ പഠിച്ചല്ലോ, എനിക്ക് എല്ലാം അറിയാം. അപ്പോൾ ഓവർ കോൺഫിഡൻസ് വരും. അങ്ങനെ റെഫറൻസിലിരിക്കും. പിന്നെ നമ്മൾ ഉച്ചയാകുമ്പോൾ ലഞ്ച് കഴിക്കുന്നു, പിന്നെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ഈ റെഫറൻസിൽ ഈ നോക്കാൻ ഇൻവിജിലേറ്റേഴ്സ് വരും. നമ്മൾ അഥവാ ഒന്ന് ഉറങ്ങിപ്പോയാലോ എന്തിനു വന്നാൽ നമ്മൾ വന്നിട്ട് ഇടയ്ക്കുറിച്ച് മുഖം കഴുകിയിട്ട് വാ, നല്ല ഫ്രണ്ട്ലിയാണ്. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ചെയ്ത് കളിക്കത്തില്ല, എന്ത് ഉറങ്ങിയാൽ അങ്ങനെയൊന്നും പറയത്തില്ല. ഒന്ന് നല്ലപോലെ വെള്ളം കുടിച്ച് പോകാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്ത് വരും. അങ്ങനെ ഞാൻ റെഫറൻസ് റൂമിലായിരിക്കാറ് കൂടുതലും, ഹാളിലല്ല. നമുക്ക് അങ്ങനെയുണ്ട്, AC ഹാളാണ് AC ഹാളുണ്ട്, റൂമാണെങ്കിൽ റൂമുണ്ട്, ഹാളുണ്ട്.
അപ്പോൾ അവിടെ പോയി അങ്ങനെ ആളിരിക്കും. പിന്നെ അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞാൽ ഫ്രണ്ട്. അപ്പോൾ ഞാനിങ്ങനെ 10 ബ്രേക്ക് കിട്ടുമ്പോൾ കൂടുതൽ സ്ട്രെസ്സായി ഈ ബേൺ ഔട്ട് ആയി കഴിഞ്ഞാൽ നേരെ പോയി ഈ ഇൻവിജിലേറ്റർ സംസാരിക്കും. അപ്പോൾ അവരോട് ഞാൻ പറയും ഇങ്ങനെയാണ് ഇങ്ങനെ പൂക്കൊക്കെ മോഡൽ എക്സാമിൻ്റെ മാർക്കൊക്കെ. അപ്പോൾ അവർ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ശ്രീലക്ഷ്മി മിസ് ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ ആ മിസ്സിനെ പരിചയപ്പെട്ടെ. അങ്ങനെ അവരെ മോട്ടിവേഷൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 5:30 ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഹോസ്റ്റലിലോട്ട് പോവാം, തിരിച്ചു പോവാം. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ പോയിട്ട് അവിടെ നിന്ന് പഠിക്കാം. അങ്ങനെ ഞങ്ങളിങ്ങനെ ഈ ഹോസ്റ്റലിൽ നിന്ന് പിന്നെ നമ്മൾ ഈ 5:30 ശേഷം റെഫറൻസ് ആണെന്ന് ഹോസ്റ്റലിലോട്ട് പോയി പഠിക്കാൻ നമ്മുടെ ഒരു ഫ്ലോ പറയും. കാരണം ഒരു 5:30 നമ്മൾ അത്രയും നല്ലപോലെ പഠിച്ച് ഹോസ്റ്റലിൽ പോയി പിന്നെ നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ബെഡ് വേണ്ട, അതൊരു 5 മിനിറ്റ് ഉറങ്ങിയേക്കാം എന്നൊരു തോന്നൽ. അങ്ങനെ ഞാനിങ്ങനെ സാർമാർ ചോദിച്ചു, എനിക്കിങ്ങനെ റെഫറൻസ് ഒരു 5:30 ശേഷം ഞാനൊന്ന് ഹോസ്റ്റലിൽ പോയിട്ട് വരാം, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ അനുവാദം തരുമോ ചോദിച്ചു. അപ്പോൾ അതിനും ബ്രില്യൻറ്റ് സമ്മതിച്ചു. അങ്ങനെ ഞാൻ പോയി ഫ്രഷ് ആയി വരും. പിന്നെ 10 മണിയായി റെഫറൻസ് ഇരിക്കും. റെഫറൻസ് ഇരുന്നാൽ നമ്മൾ കൂടുതലും ഞാൻ ഇമ്പോർട്ടൻസ് ക്വസ്റ്റ്യനാണ്. കാരണം ക്വസ്റ്റ്യൻ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം ഇവിടുത്തെ നമുക്ക് സാമ്പിൾ പേപ്പർ വരും. ഒരു സെപ്പറേറ്റ് ആയിട്ട് മോഡൽ എക്സാം ഒഴികെ മറ്റേ മോഡൽ എക്സാം ഉണ്ടാവും, പ്രിപ്പറേറ്ററി ഉണ്ടാവും, അതിൻ്റെ കൂടെ സാമ്പിൾ പേപ്പറും തരും. അങ്ങനെ സാമ്പിൾ പേപ്പർ ഒരു 5 നമുക്ക് തന്നായിരുന്നു. അത് കഴിഞ്ഞാൽ ആപ്പിൽ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട്, ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ. നമുക്ക് 2021-22 മുതലുള്ള കുറേ ഇവിടുത്തെ മോഡൽ, ഇവിടുത്തെ പ്രിപ്പറേറ്ററി, ഇവിടുത്തെ എല്ലാ പ്രീവിയസ് ഇയറും ഉണ്ടാവും. അതൊക്കെ ഇരുന്ന് ചെയ്യുക. പിന്നെ ഇവിടുത്തെ എക്സാം ചെയ്യുക. ഒരു എക്സാം പോലും മിസ് ചെയ്ത് അതെനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഈ വർഷത്തെ നീറ്റിന് വെച്ചൊരു 3-4 ക്വസ്റ്റ്യൻ ഫിസിക്സിലെ സെയിം ഡിറ്റോ ക്വസ്റ്റ്യൻ അവിടുത്തെ സ്റ്റാമ്പ് പേപ്പർ വന്നത്, ഒരു ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ സെയിം. നമ്മളത് സന്തോഷം. നമുക്ക് ശരിക്കും തുറന്ന് കാണുമ്പോൾ ഇതൊക്കെ ഞാൻ കണ്ട ക്വസ്റ്റ്യനാണ്, ബ്രില്യൻ്റിലെ അതേ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഞാൻ ബയോളജി നമുക്ക് ഒന്നും കാണാത്ത ക്വസ്റ്റ്യൻ ഇല്ല നീറ്റിൽ. ഫുള്ള് ബ്രില്യൻ്റിൽ എങ്ങനെയാണ് മോഡൽ എക്സാം നടത്തിയത് അതേ ലെവലാണ് നീറ്റും ഈ 2022 നടത്തിയെന്ന് ഉറപ്പായും പറയും. ഓക്കെ, നമുക്ക് പലപ്പോഴും ഈ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഞാൻ കൺസെപ്റ്റ് പഠിച്ച് തീർന്നില്ല എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യുന്ന എണ്ണം കുറച്ച് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ എത്രത്തോളം ക്വസ്റ്റ്യനിലൂടെ പോവുക തന്നെയല്ലേ ഒരു സക്സസ് പ്ലാൻ എന്ന് പറയുന്നത്. ഉറപ്പായും നമ്മൾ മറന്നു പോകുന്നത് നമുക്ക് തോന്നല. അത് ഞങ്ങളുടെ മെൻറ്റർ പറയും. നമുക്ക് ഒരു മോഡൽ എക്സാം കഴിയുമ്പോൾ നമ്മുടെ മെൻറ്റേഴ്സ് ക്ലാസ്സിൽ നമുക്ക് ഒരു എക്സാം കഴിഞ്ഞ ഉടനെ നമുക്ക് ഡയറക്ടർമാരെ വീഡിയോ ഉണ്ടാവും, മറ്റേ ക്ലാസ്സിൽ റിസൾട്ട് അനാലിസിസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് മെൻറ്റേഴ്സ് പറയും നമ്മൾക്ക് മറന്നു പോകുന്നത് നമ്മുടെ തോന്നല, നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്. പക്ഷേ കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എവിടെ വിട്ടുപോയി, എവിടെ വീണു. നേരെ മറിച്ച് പഠിച്ച കൺസെപ്റ്റിനെ പിന്നെയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണത്തില്ല. അപ്പോൾ ചിലപ്പോൾ എന്തായാലും ഒരു മോഡൽ എക്സാം എഴുതി കഴിഞ്ഞാൽ ഒരു 10-15 തെറ്റും. അത് എല്ലാവർക്കും ഉള്ളതാണ്. എനിക്ക് പോലും എത്ര തെറ്റും 10-15 നെഗറ്റീവ് വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും അയ്യോ മോഡലിൽ എത്ര തെറ്റും, അപ്പോൾ ഞാൻ കൂടുതൽ കൺസെപ്റ്റ് പഠിക്കാം. അപ്പോൾ തെറ്റായിരിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ കൺസെപ്റ്റ് പഠിക്കും. പക്ഷേ തെറ്റുന്ന നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരു എങ്ങനെ ഇവിടുത്തെ മോഡൽ എക്സാം എങ്ങനെ എഴുതിയാലും ഒരു 10 നെഗറ്റീവ് എന്തായാലും ഉറപ്പായി ഉണ്ടാവും. പിന്നെ ഏറി വേണം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ 5 നെഗറ്റീവ്. അതിനപ്പുറം നമുക്ക് നെഗറ്റീവ് ഇല്ലാത്തൊരു എക്സാം ബ്രില്യൻ്റിൽ കിട്ടാറില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ എത്ര ഞാൻ പഠിച്ചിട്ടും ഇവിടെ ഒരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ തെറ്റുന്നത് ഞാൻ നേരെ പോകും, ആ കൺസെപ്റ്റ് നോക്കും, പഠിച്ചെടുക്കും, പിന്നെ വന്നിട്ട് എക്സാം എഴുതും, പരമാവധി എക്സാം എഴുതും. നമ്മൾ മാത്സിന് എത്ര എക്സാം, മാത്സിന് എത്ര ക്വസ്റ്റ്യൻ കാണുന്നു അവിടെ നമ്മൾ വിജയം. നീറ്റ് 2026 കഴിഞ്ഞു, 27-ന് ഒരു വർഷം കൂടി ഉണ്ട് താനും. ധാരാളം വിദ്യാർത്ഥികൾ ഒരു ചിന്താക്കുഴപ്പത്തിലായിരിക്കണം, ഒരു വർഷം കൂടി ഇനിയും ഞാൻ ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കണമോ എന്നുള്ളത്. ആ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും 687 മാർക്ക് മേടിച്ച ആര്യന് എന്താണ് പറയാനുള്ളത്? ഞാനിപ്പോൾ ആരെയും റിപ്പീറ്റ് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പക്ഷേ നമ്മുടെ ഒരു ഈ 5-6 നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നോക്കുക, നമ്മളെ തന്നെ റിസൾട്ട് അനാലിസിസ് ചെയ്യുക, നമ്മൾ ചിന്തിക്കുക എന്നെ കൊണ്ടിത് ആഗ്രഹിച്ച പറ്റുമോ, ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണം. എന്തായാലും ഉറപ്പായും റിപ്പീറ്റ് നമുക്ക് ഉറപ്പായും കിട്ടും. അതിനൊരു ബ്രില്യൻ്റ് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് പ്രതീക്ഷ വേണം നമുക്ക്, നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടുകയും ചെയ്യും. പക്ഷേ അത് നമ്മൾ പ്രതീക്ഷ കൊണ്ട് തന്നെ വരണം. ശരിക്കും നമ്മൾ 0-ൽ തുടങ്ങണ്ടേ. അപ്പോൾ അതുമായിട്ട് തുടങ്ങി അവസാനം വരെ നമ്മൾ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ആ ഉറപ്പുള്ളവർ മാത്രം റിപ്പീറ്റ് ചെയ്യാൻ വരിക. പക്ഷേ റിപ്പീറ്റ് ചെയ്താൽ എന്തായാലും അത് വേർത്താണ്. എന്തായാലും ഒരു വർഷം മാറ്റി വയ്ക്കുന്ന നഷ്ടമില്ല. അത് നമുക്ക് ഉറപ്പായും കിട്ടുകയും ചെയ്യും. നീറ്റ് 2026 നിങ്ങൾക്ക് തന്ന അനുഭവങ്ങൾ പലതായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹം എത്രത്തോളം ഇനിയും ബാക്കിയുണ്ട്, എത്രത്തോളം കഷ്ടപ്പെടാൻ തയ്യാറുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനത്തിന് ഇവിടെ നമുക്ക് സമയമുണ്ട്. നമുക്ക് വിജയിച്ചതിൻ്റെ കഥയുമുണ്ട്. ആര്യൻ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കൊടുത്ത ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ളതിനെ ഒന്നും വകവയ്ക്കാതെ തൻ്റെ കഴിവിലുള്ളൊരു വിശ്വാസം, അതിനനുസരിച്ച് ആർജിച്ചെടുത്ത ഒരു മനോഭാവം, ഇവിടെയൊക്കെയാണ് റിപ്പീറ്റ് ചെയ്തിട്ടുമുള്ള ഒരു സക്സസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ മാതാപിതാക്കൾക്കും ഒപ്പം നീറ്റ് 2026 തൻ്റെ സ്വപ്നം നേടിയെടുത്ത ആര്യനും എൻ്റർ ബ്രില്യൻ്റ് ടീമിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. Brilliant Study Center, India's #1 coaching center for NEET and JEE.